ഇദ്ദേഹത്തിന് നന്നായിട്ട് മലയാളം പറയാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ ബിസിനസ് കൂടിയായതുകൊണ്ട് എന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആ പയ്യനെ ട്യൂഷൻ പഠിപ്പിക്കാൻ നിയോഗിച്ചു. അവന്റെ ട്യൂഷൻ അദ്ദേഹം ഞാനാണ്. എന്നാ സംഭവിച്ചെന്നറിയോ, 1 തൊട്ട് 10 വരെ ഞാനാണ് അവനെ മലയാളം പഠിപ്പിച്ചത്. അവസാനം ഞാൻ തമിഴ് പഠിച്ചു. എന്നിട്ടും മലയാളം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഗുണം എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ആലോചിച്ച് നമ്മ കേരള മക്കൾക്ക് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഓക്കെ അണ്ണ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. നാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠപ്പെട്ട ഒരു ടെമ്പിൾ തേടുത്തായി ഇത് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന തമിഴിൽ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഇത് നാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠ പണിയ ടെമ്പിൾ താനേ? ആമാണേ, ഇത് നാരായണ ഗുരുസ്വാമി ടെമ്പിൾ. എന്റെ പറയുന്ന പരസ്യം മനസ്സിൽ കെട്ടുകൂട്ടിയിരുന്നു. ഇന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞങ്ങൾ കുളിക്കും. കാരണം മൂർക്കോത്തുകുമാരൻ പോലും കണ്ടിട്ടില്ലാത്ത ഗുരുദേവന്റെ ഈറോഡ് ക്ഷേത്രം ഞങ്ങൾ കണ്ടുപിടിച്ചു. സച്ചാസാമിയെ വിളിക്കണോ, ആരെ വിളിക്കണം, ജനറൽ സെക്രട്ടറി നേരിട്ട് വിളിക്കണോ? എന്റെ ഭാഗ്യത്തിൽ ഞാൻ അറിയാൻ ഈ തവണ എഴുതിയിരിക്കുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ചോദിച്ചു, ഗുരുസ്വാമി അത് നാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠ പണിക്കുമ്പോൾ കാണാൻ എപ്പോഴത്തെ വർഷങ്ങൾക്ക് മുന്നാടി 1000 വർഷം മുന്നാടി. കണക്ക് കറക്റ്റായിരുന്നു. വെറുതെ ഫേസ്ബുക്ക് ഇട്ടത് നാട്ടുകാർ ഇട്ടേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതിനെ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇത് മൂർഖോന്ന് പറയുന്നോ കണ്ടെത്തേണ്ടത്, ഗുരുവിന്റെ കാരണം പറഞ്ഞ് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഒന്നാണ് ഇടുക്കിയിൽ ഗുരു വന്നത്. ഇടുക്കിയിൽ ഗുരു വന്നിട്ടില്ലെന്നാണ് ഞാൻ പണ്ടൊക്കെ ഞാനും ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെയല്ല, 1921 എന്നാൽ ഗുരു വയനാട്ടിൽ പോയതായി നിലവിൽ നമുക്ക് ഇടുക്കിക്കാർക്ക് എവിടെയെങ്കിലും ഒരു ഈ വാട്സപ്പിലെ ഈ പഠിത്തങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷൻ ഗുരു പോകാത്ത ജില്ല ഇടുക്കി. അപ്പോഴത്തോളം 1921 ഞാൻ ജനിച്ച കോട്ടയത്തിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ അകലെ നാഗമ്പട മഹാദേവ ക്ഷേത്രത്തിന് അടുത്തായി ഒരു വീടുണ്ട്. ആ വീടിന്റെ പേര് മാലിയിൽ എന്താണ്, മാലിയിൽ. ആ മാലിയിൽ കിട്ടൻ എന്ന് പേരുള്ള ഒരാളുണ്ട്. കിട്ടൻ. ഈ കിട്ടൻ ഇടുക്കിയിൽ പീരുമേട്ടിലുള്ള ഒരു തേയിലത്തോട്ടത്തിന്റെ കണക്കെഴുത്തുകാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടൻ റൈറ്റർ എന്ന് പേരുണ്ടായത്. ആ കിട്ടൻ റൈറ്റർ ചേർന്നാണ് ശിവശിവർക്ക് പെർമിഷൻ ചോദിക്കുന്നത്. ഈ കിട്ടൻ റൈറ്റർ ഈ എസ്റ്റേറ്റിന്റെ മാനേജരായിട്ട് മഹാഗുരുവിനെ ഇടുക്കിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരു 3 ദിവസം ഇടുക്കിയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരു കാല് കുത്താത്ത ജില്ലയല്ല ഇടുക്കിയില്ല. ഇനി അതിന്റെ കാര്യം രസകരമായ സംഭവം അതുപോലെ പറഞ്ഞുകൊണ്ട് നിർത്തേക്കാം. അന്ന് ഗുരുവിന്റെ കൂടെ മാലയിൽ കിട്ടൻ റൈറ്റർ, വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യൻ, മൂലൂർ പത്മനാഭ പണിക്കർ, വരവൂർ കേശവനാശൻ, അന്നത്തെ ഗുരുവിന്റെ കൂടെ നടക്കുന്ന ഇന്റലക്ച്വൽ ടൈക്കൂൺസ്, ബൗദ്ധികമായ ഉന്നത നിലവാരം കൊടുക്കുന്ന ചിന്തകന്മാർ ഒക്കെയാണ് പോകുന്നത്. കുമാരശാസ്ത്രം വന്നിട്ടുള്ളത് 21. അപ്പോ ഇവരുടെ വന്നു സ്വാമിക്ക് വേണ്ടി അവിടുത്തെ സാഹിബിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ബംഗ്ലാവ് കിട്ടണ്ടായിട്ട് റെഡിയാക്കി. അതെല്ലാം പൂത്തി ഉടച്ച് വൃത്തിയാക്കി ഒരാഴ്ച മുമ്പേ അടിച്ച് നനച്ച് ചാണകവെള്ളം തളിച്ച് മത്സ്യമാംസാദില്ല മത്സരത്തിൽ പോലും കേൾക്കാതെ കുന്തിരിക്കം പോയിട്ട് മനോഹരമാക്കി ഇടുക്കിയിലെ ഗ്രാമീണരായ ഇടുക്കിക്കാരെല്ലാം അവിടെ കാത്തിരുന്നു. അപ്പൊ സ്വാമി വിസർജിച്ചു, ഭക്ഷണം കഴിച്ചു, ഗുരു കിടന്നു. താഴെ മേലാണ് സ്വാമി, മേളത്താണ് ഗുരുവിനും കൂടെയുള്ള സന്യാസിമാർക്ക് 2 പേരുണ്ട്. ബാക്കി എല്ലാവരും താഴെ, എല്ലാം മേൽസിക്കും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ മൂലൂർ പത്മനാഭ പണിക്കർക്ക് ഒരു സഹായിയുണ്ട്. ആളുടെ പേര് ദിവാകരൻ. ഈ ദിവാകരൻ വന്നിട്ട് പറഞ്ഞു, സ്വാമി ഭക്ഷണം കഴിച്ചു, അപ്പൊ ഗുരുവിന് ചെറിയ പൊടിയിരിക്കയും ചെറുപേര് വന്നിരുന്നു. അതാണ് സ്വാമി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊക്കെയോ സ്വാമി കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണത്തിന് കഴിക്കാമല്ലോ, പൊടിക്കഞ്ഞ് പോരാ. അപ്പൊ പറഞ്ഞേ, നല്ല മാന വെടിവെച്ച് കൊന്ന ഇറച്ചി ഇരിപ്പുണ്ട്. മാനിറച്ചി. അന്ന് മാന ബ്രിട്ടീഷുകാരമാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അയ്യോ ഗുരുദേവൻ പോകണം, മാനിറച്ചി കഴിക്കാനോ? ഗുരുദേവൻ ഈ ബംഗ്ലാവിലല്ലേ ഉള്ളത്? ഞങ്ങള് മാനവത്തി വെച്ചിരിക്കുന്നത് ആ ബംഗ്ലാവിലാണ്. നമ്മളങ്ങനെയാണല്ലോ. ശാഖാ സെക്രട്ടറി പറയും, നമ്മുടെ ശാഖയിൽ ഉത്സവത്തിന് കൊടി കയറുന്നത് തിങ്കളാഴ്ചയാണ്, എല്ലാവരും 3 ദിവസം സെക്രട്ടറി. ഈ കൊടി കയറുന്ന തിങ്കൾ ഉൾപ്പെടെ 3ആണോ അതോ ശനി ഞായർ തിങ്കളാണോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ കഴിക്കാൻ പറ്റുള്ളൂ. അതല്ല, ഈ തിങ്കളാഴ്ച ഉൾപ്പെടെയാണ് 3 ദിവസമെങ്കിൽ തിങ്കൾ 1, ഞായർ 2, ശനി 3, അപ്പൊ വെള്ളിയാഴ്ച വരെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ 3 ദിവസം ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ബ്ലോക്ക് ചെയ്യണം. 24 മണിക്കൂറിൽ നമ്മൾ മാറ്റി വെക്കണം. അങ്ങനത്തെ വലിയ പരിപാടികൾ. എന്റെ ഒരു കൂട്ടുകാരനെ ശബരിമലയ്ക്ക് പോകാൻ മാറിയുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ. അപ്പൊ ഞങ്ങൾ ഇപ്പം അന്നത്തെ കാലത്ത് അദ്ദേഹം ഇപ്പം ഞങ്ങൾക്ക് എഴുതിയുള്ളതാണ്. അപ്പൊ അദ്ദേഹം കോട്ടയത്ത് ഒരു കടയുടെ സെക്യൂരിറ്റി
സെക്യൂരിറ്റി. ഇപ്പൊ കൂടെയുള്ള സെക്യൂരിറ്റി വൈകിട്ട് അപ്പവും ബീഫ് കറിയും, എടാ അവള് ഭാര്യ നിനക്കൂടെയുള്ള അപ്പം ബീഫ് കറി തന്നിട്ടുണ്ടോ? അയ്യോ ഞാൻ ശബരിമലയ്ക്ക് മാറിയിട്ടിരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഒന്നാന്തരമായിട്ട് വഴറ്റി പിന്നെ ഇന്ന പോലെയൊക്കെ ആക്കി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഞാൻ പറയാൻ പറഞ്ഞു 20 ഇതെല്ലാം പറഞ്ഞു. ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ കഴിക്കാൻ പിന്നെ ചോദിക്കും, പതുക്കെ ഈ മാല ഇവിടെ നോക്കിയിട്ട് അയ്യപ്പനോട് കിടക്കാൻ ശ്രമിക്കും. എനിക്കറിയാവുന്ന കാര്യം, ഈ പൊറോട്ടയും ബീഫും അടിച്ചിട്ട് അപ്പുറത്ത് കുളിച്ചിട്ട് സ്വാമി ക്ഷണിക്കണോ വീണ്ടും മാല. അപ്പൊ ഇങ്ങനത്തെ മൂട് പണികൾ നമ്മളെ കാണിച്ചു. ഇത് ആ മലയിലാണ് നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല മൂലൂടെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് പോലും അവർ മാത്രമുള്ള സരസകവി മഹാപണ്ഡിതൻ മൂലൂർ ഒരു പ്ലാൻ നമ്മുടെ ഭക്ഷണം ഇറച്ചി കഴിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ആരും വന്നു പോകരുത്. അവിടെ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അരുവിയിൽ ഒഴിക്കണം, എന്നിട്ട് പുതിയ വസ്ത്രം ധരിച്ച് പ്രാർത്ഥിച്ചിട്ട് സമയം കാണാൻ മതി. അത് എന്നാ പിന്നെ അങ്ങനെ ആവുമല്ലോ. എന്നാ പിന്നെ അങ്ങനെ നേരെ ഇവിടെ അപ്പുറത്ത് പോയി നല്ല മാറിന്റെ ഇറച്ചി പാകം കഴിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നു. ഗുരു എഴുന്നേൽക്കുന്നതിന് പറയണം, വെളുപ്പിൽ എഴുന്നേറ്റ് കുളിച്ചു, ഈ വസ്ത്രം എല്ലാം നദിയിൽ ഒഴുക്കി കളഞ്ഞു. അതുപോലും പാടില്ല, സാമി കാണാൻ പോകില്ല. കുളിയെല്ലാം കഴിഞ്ഞു വസ്ത്രമൊക്കെ തൊട്ട് തിരിച്ചു വന്നതിന് സ്വാമി ഒരു ചെറിയ കാപ്പി കുടിച്ചുകൊണ്ട് ഗുരു ഒരു കമ്പിളിപ്പത് വയ്ക്കുന്നുണ്ട്, അതെല്ലാം സ്വാമി വിളിക്കുക, നമസ്കരിച്ചു, ആ വർത്താനൊക്കെ പറഞ്ഞു. ടെൻഷൻ റിലാക്സ് ആയി. ഗുരു ചോദിച്ചില്ല, സ്വാമി അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ മുങ്ങിയ കാര്യം. കുറെ കഴിഞ്ഞ് ഗുരു ചോദിച്ചു, പത്മനാഭ അത് മുഴുവൻ ഞെട്ടി, സ്വാമി നീ ഇന്നലെ എവിടെയായിരുന്നു? ശരിക്കും പറഞ്ഞില്ല, പണി പാടെ. സ്വാമി ഞങ്ങൾ അപ്പുറത്തെ മലയിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു. വിശ്രമിച്ചോ, ഉറങ്ങിയോ? സ്വാമി നന്നായി വിശ്രമിച്ച് എന്തെങ്കിലും വിശേഷമായിട്ട് പോകുന്നില്ല സ്വാമി. അപ്പൊ ഗുരു ചോദിച്ചു, നിന്നോട് നമുക്കൊരു സംശയം ചോദിക്കണമെന്ന്. എല്ലാവരും നിർത്തി. ഒരു മരിച്ച വീട്ടിൽ പോയാൽ എത്ര കുളിക്കും? സ്വാമി മരിച്ച വീട്ടിൽ പോയാൽ 3 മുങ്ങി കുളിച്ചിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ കയറാവുന്നത്. അങ്ങനെയാണോ? ശവത്തെ ഒരു സംസ്കൃത ഇന്ന പ്രമാണം അനുസരിച്ച് ഇന്ന രീതി അനുസരിച്ച് ശവത്തെ തൊട്ടാൽ 12 കുളിച്ചിട്ട് പൂജാമുറിയുടെ വീട്ടിൽ കയറാൻ പാടുള്ളൂ. അപ്പൊ ശവത്തെ എന്നാലും ഒരു നക്ക് ആരും നടക്കുകയില്ല. പലവരും കേശവത്തിരിക്കുക. അപ്പൊ ഗുരു പറഞ്ഞു, ഒന്നല്ലേ നിങ്ങൾ കുളിച്ചോളൂ, വസ്ത്രം മാത്രം മാറി സ്വാമിയുടെ അടുത്ത് വലിയ പണി നടച്ചു. അപ്പോ ഇടുക്കിയുമായി ബന്ധപ്പെട്ട കഥയിൽ ഓർത്തോണം, ഇടുക്കിയിൽ ഗുരു വന്നിട്ടുണ്ട്. ഇവന്മാർക്കിട്ടെല്ലാം സ്വാമി പണി കൊടുത്തു. ഇവന്മാരെ ക്ഷമിക്കണം, ഗുരുവിന് അല്ലെങ്കിൽ ഇവരുടെ നമ്മുടെ ഗുരുക്കന്മാരാണ്. എല്ലാവർക്കും കൂടെ ചേർന്ന് സ്വാമി ഒരു പണിയൊക്കെ കൊടുത്തതും ഇടുക്കിയിൽ വെച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ അതെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം പറയാൻ നമുക്ക് ഗംഭീരം എന്നൊരു വാക്യം പിടിച്ചപ്പോഴാണ്. അപ്പോ ആ ഒരു ഗംഭീരം തന്നെയാണ് ഗുരു 2 തവണ ഗംഭീരം. ഞാൻ സംഭവം പറഞ്ഞു തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് ചെയ്യണം ഉപകഥകളൊന്നും പറഞ്ഞു പോകുന്നത് മാത്രം. അപ്പൊ അതെല്ലാം മറക്കണ്ട, മനസ്സിരുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഇടുക്കിയെ കുറിച്ച് പറഞ്ഞാൽ ഇടുക്കിയെ കുറിച്ച് വന്നിട്ടുണ്ട്, ഇതാണ് സംഭവം. പക്ഷെ കൂടിക്ക് വന്നിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള ഒരു അറിവ്. ഞാൻ ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ റിസർച്ച് ഈ കൂടെ വഴിയൊക്കെ ഉണ്ടാക്കി. 1932 വരെ മുണ്ടക്കി വരെ മാത്രമാണ് കൃത്യമായി വഴിയുണ്ടായിരുന്നത്. 32 അന്നത്തെ കോട്ടയത്തിന്റെ റെസിഡന്റ് ആയിരുന്ന തോമസ് ഹാർലി എന്ന് പറയുന്ന ഒരു സായിപ്പിന്റെ കാലത്താണ് മുണ്ടക്കയത്ത് നിന്നും നിങ്ങളുടെ ഇതുവഴി വഴി കിട്ടിയത്. അന്ന് ചെറിയൊരു ഒറ്റയടി പാതയും ആളുകൾക്ക് ഏത് നേരവും എന്താണ് ഈ മൃഗങ്ങൾ നമ്മളെ ആക്കി കുട്ടിക്കാനം എന്നൊക്കെ പറയുന്നത് വലിയ നിബിഡ വനപ്രദേശമായിരുന്നാണ്. ഇത് നമ്മുടെ ധർമാനന്ദ ഗുരുവിന്റെ ആത്മകഥയിൽ പറയുന്നത് കുട്ടിക്കാർ തമസിയൊക്കെ കുട്ടിക്കാനത്തിൽ നിന്നും അന്ന് ഇടുക്കിക്ക് പോയതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുരു അന്ന് വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഈ കുമ്പളി ഭാഗത്തേക്ക് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇത്രയും ഫ്രീക്വന്റ് ആ ഒരു ട്രാവലിംഗ് മെക്കാനിസം ഉണ്ടായിരുന്നില്ലായിരിക്കും. പക്ഷെ പീരിവേഡ് വരെ ഒരുപക്ഷെ സ്വാമി നടന്നായിരിക്കും വന്നത്. പല്ലക്കിൽ ചുമന്നൊക്കെ പറയുന്നു മാത്രം. ഇനി ഗംഭീരം എന്ന് ഗുരു പറഞ്ഞ 2 സംഭവം, ആ 2 ഗംഭീരവും രസകരമായ 2 ഗംഭീരങ്ങളാണ്. വർഷം 1926 സ്വാമി ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഗുരുവിനെ ഒരു ഫാമിലി അവരുടെ നാട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്നത്തെ ആറ്റിങ്ങൽ അടുത്ത ഗ്രാമമാണ്. അപ്പൊ മഹാഗുരുവിനെ നമ്മൾ ക്ഷണിച്ചപ്പോ സ്വാമി അത് സമ്മതിക്കുന്നു, വരാമെന്ന് പറയുന്നു. ഗുരുവിന്റെ കാറിലാണ് ഗുരു പോകുന്നത്. മഹാഗുരുവിന്റെ കാർ ഇങ്ങനെ പറയുന്നത് ആർക്കെങ്കിലും സംഘടന പ്രവർത്തനവും സംഘടന സംവിധാനവും ശാഖയില്
ഗുരുവിന് കാറുണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാനൊക്കെ പണ്ട് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ്, സ്വാമിക്ക് കാറുണ്ടോ. ഇപ്പൊ ഒരു 10,500 ഇന്ത്യക്ക് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഒക്കെ പോകും. അങ്ങനെയല്ലോ അടുത്ത ഞായറാഴ്ച ഒരു പ്രഭാഷണം ഉണ്ടെന്നാലും പിന്നെ ഈ ഞായറാഴ്ച ഉറക്കം പോകുന്ന കാലമുണ്ട്. ദൈവം എന്നെ പോയി പറയുമ്പോൾ ബുക്കൊക്കെ വായിക്കുന്നു, അങ്ങനെ കുറിപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. ഞാൻ ഒരു സ്ഥലത്ത് കോട്ടയം യൂണിറ്റില് പള്ളം ശാഖ, പള്ളം 28 ഇന്നും സ്ഥലം അറിയാം. അപ്പോ ഈ പ്രഭാഷണം നമ്മൾ തുടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞു ആൾക്കാർ എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ധൈര്യം വന്നു, വലിയ കുഴപ്പമില്ല, ആൾക്കാരൊക്കെ കോൺഫിഡൻസ് വരുമല്ലോ. അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ മഹാഗുരുവിന്റെ കാറിൽ കോട്ടയത്ത് വന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ്, മഹാഗുരുവിന്റെ കാറോ? ഞാൻ കേട്ടിട്ടുള്ളൂ. എന്റെ കാര്യം തീർന്നു. എങ്ങനെയെങ്കിലും പ്രസംഗിച്ചുകൊണ്ട് വരുമായിരുന്നു. ഒരാൾ സംശയം ചോദിച്ചു. എങ്കിലും ഓഡിയൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് വേദിയിൽ നമുക്ക് ആൻസർ ഇല്ലാതെ നാണക്കേടും മാത്രമല്ല ഭാഗ്യത്തിന് ഞാൻ ഈ കാറിനെ കുറിച്ച് വായിച്ചപ്പോൾ ഒരു കുഞ്ഞു ഓർമ്മകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ സാറേ ഗുരുവിന് കാർ ഉണ്ടായിരുന്നു. രണ്ടുപേരാ ഏജിലായി എനിക്ക് കാണാറില്ലേ. അപ്പൊ പുള്ളിക്ക് സ്നേഹമൊക്കെയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, എന്റെ വാഴയിലൊന്നും ശ്രീ നാരായണ കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇതെവിടെ നിന്നാണ് ഈ കാറ്? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി തരുമെന്നൊക്കെ ഒന്നോടെ സ്വരം കനത്ത്. അപ്പൊ കിട്ടിയ നെഞ്ചൊക്കെ എങ്കിലും ആ ഒരു കോൺഫിഡൻസിൽ ഞാനൊന്ന് പറഞ്ഞു, അയ്യോ 1926 മഹാഗുരുവിന് കാർ വാങ്ങിച്ചു. ടി കെ മാധവ് ജനിച്ച കുടുംബത്തിലെ ഇന്നത്തെ ആലപ്പുഴയിലെ ഹരിപ്പാട് അടുത്തുള്ള മങ്ങാർകുളങ്ങരയ്ക്ക് അടുത്തുള്ള ആലുമൂട്ടിൽ മേടയിലെ AK ഗോവിന്ദസ്വാമി സാമൂഹ്യ കാർ വാങ്ങിച്ചു കൊടുത്തത്. ഇത്രയും പറഞ്ഞപ്പോ ഓഡിയൻസിന്റെ മുഖം ഒന്ന് ആൻസൈറ്റി ആയി. എന്റെ ധൈര്യം കൂടി. അപ്പൊ ഞാൻ ബാക്കിയോട് പറഞ്ഞു, ആദ്യ ഗുരുവിന് വാങ്ങിച്ചത് ഒരു ഷെവർലെ കാറായിരുന്നു. ഷെവർലെ കാർ. ആ വണ്ടി വളവ് തിരിയുമ്പോൾ പുറകിൽ കുലുക്കമുണ്ടെന്ന് മഹാഗുരു പരാതി പറഞ്ഞതുകൊണ്ട് ശിവഗിരി പണം ആ വണ്ടി വിറ്റു. തുടർന്ന് 1.5 മാസത്തെ ആലോചനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ മറ്റൊരു വണ്ടി വാങ്ങി. അതൊരു ഫിയറ്റ് കാറായിരുന്നു. ഓഡിയൻസിന് ഒന്നുകൂടെ ആക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഏതാണ്ട് ഓഡിയൻസ് ലൈനത്തിലായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഇങ്ങനെ ധൈര്യം വരുമ്പോൾ ബ്രെയിൻ വൈബ്രേഷൻ പോയി, ഓർമ്മകൾ വീണ്ടും ഞാൻ ബാക്കിയോട് പറഞ്ഞു. അങ്ങനെ അതൊരു ബ്ലാക്ക് നിറമുള്ള വണ്ടിയായിരുന്നു. ആദ്യം വാങ്ങിച്ചത് നീല വണ്ടിയായിരുന്നു. മഹാഗുരുവിന് ആദ്യം കാർ ഓടിക്കാൻ ഡ്രൈവറായി വന്നത് കൊല്ലം മുണ്ടക്കൽ കാക്ക വീട്ടിൽ കേശവനാണ്. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നതുകൊണ്ട് ഗുരു കാലം തൊഴിച്ചില്ല. അതിനുശേഷം നെടുമങ്ങാടുള്ള ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു യുവാവ് മഹാഗുരുവിന്റെ നന്ദൻകോടുള്ള ഒരു യുവാവ് വന്നു, ജനാർദ്ദനൻ എന്നായിരുന്നു പേര്. തുടർന്ന് മഹാഗുരു മഹാസമാധി എന്നവരെ ഈ കാർ ഓടിച്ചിരുന്നത് നന്ദൻകോട് ജനാർദ്ദനാണ്. അപ്പൊ ഫ്രണ്ട് ചെയ്തൊരു അമ്മ ചോദിച്ച്, എന്നിട്ട് ആ കാർ എന്തിയ പോലെ? ചോദ്യമാണ്. അമ്മയുടെ അപ്പൊ പെട്ടെന്ന് പിന്നെ എനിക്ക് ധൈര്യം, അയ്യോ അമ്മ, ആ മഹാഗുരു മഹാസമാധിയാകുമ്പോൾ ആ കാർ ശിവയിലുണ്ടായിരുന്നു. ബോധാനന്ദ സ്വാമി അന്ന് ചെറിയ വീട് നാല് ഹോസ്പിറ്റലിൽ ജ്വരം പിടിച്ച് ഹോസ്പിറ്റലിലാണ്. ഈ കാറ് കൊണ്ടുപോയാണ് നന്ദൻകോട് ജനാർദ്ദനൻ ബോധാനന്ദ സ്വാമിയെ ശിവനോടത്തേക്ക് കൊണ്ടുവന്നത്. ഈ കാർ വന്നപ്പോൾ ജനങ്ങൾ ആ കാറിന് പൊതിയുന്നത് എല്ലാ രേഖകളും ഉണ്ട്. തുടർന്ന് 1 മാസം ബോധാനന്ദ സ്വാമി 3-ാം വർഷം സമാധിയായി. 1 മാസം ഈ കാറ് ആരും ഓടിക്കാതെ ശിവഗിരി വടത്തിൽ വെറുതെ കിടന്നു. അതിനുശേഷം ശിവഗിരി വടത്തിന്റെ 3ാമത്തെ പടാധിപതിയായിരുന്ന ഗോവിന്ദാനന്ദ സ്വാമികൾ ഈ കാറ് 1 മാസം എടുത്തു. അങ്ങനെ 1 മാസം എടുത്ത് വണ്ടി ഓടിച്ചോടിച്ച് ചെന്നൈക്ക് കൊണ്ടുപോയി. ഇന്ന് നമുക്ക് ചെന്നൈ പോകാൻ പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂറുടെ പുറമൊന്നും പോവാം. ബാംഗ്ലൂർ 12 മണിക്കൂർ മതി കാലപ്പേരം. നോക്കൂ, അന്ന് അത്ര വണ്ടി ചൂടാകും, വെള്ളം ഒഴിക്കണം, അങ്ങനത്തെ വേറെ സിസ്റ്റം കാറിന്. പുകയൊക്കെ വരും. ഇത്ര കിലോമീറ്റർ വണ്ടി നിർത്തണം. എല്ലായിടത്തും പമ്പില്ല. അന്ന് കോട്ടയത്ത് പമ്പില്ല, ചങ്ങനാശ്ശേരിയിലാണ് പമ്പുള്ളത്. നാഗമ്പടത്ത് കുരുന്ന് ഇറക്കിയിട്ട് കുട്ടൂർവാണെങ്കിൽ 18 കിലോമീറ്റർ ഓടി ചങ്ങനാശ്ശേരി പൈഡ് ആ കാർ ആലോചിക്കണം. അങ്ങനെ ഈ കാറ് ചെന്നൈക്ക് കൊണ്ടുപോയി. 1930 ഡിസംബർ 13 ഗോവിന്ദാനന്ദ സ്വാമികൾ സമാധിയായി. പിന്നീട് ഈ കാറ് ചെന്നൈയിലെ അടുത്ത പടാധിപതി ആത്മാനന്ദ സ്വാമികൾ 1938 വരെ ഉപയോഗിച്ചു. അപ്പോഴേക്കും ആ കാറ് ചീത്തയായി. പിന്നീട് അതിന്റെ പാർട്സുകൾ കിട്ടാതായി. അന്ന് കാഞ്ചീപുരത്ത് വർക്ക്ഷോപ്പില്ല. ഈ കാർ കേടാകുവാണെങ്കിൽ മറ്റൊരു കാറ് കൊണ്ടുവന്നോ, കാളവണ്ടി കെട്ടിവലിച്ചിട്ടോ, കരുത്തന്മാരായ കാളകളുള്ള 3-4 കാളയുള്ള കാളവണ്ടി കൊണ്ടുവന്നിട്ട് അതേ കെട്ടിവലിച്ച് ചെന്നൈക്ക് കൊണ്ടുപോകണം. അന്ന് ഈ പിന്നോക്കക്കാരന്റെ കാറ് കെട്ടിവലിക്കാൻ എല്ലാ വണ്ടിയും വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടായപ്പോ ആ കാർ ഒരു പഴയ വണ്ടിക്കാരൻ മറിച്ചു വിട്ടു. അദ്ദേഹം പാർട്സ് കിട്ടാതെ വന്നപ്പോൾ പീസായി ആക്രിക്കടക്കാർക്ക് പൊളിച്ചു കിട്ടി. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഓഡിയൻസ് കടുത്ത നിശബ്ദത. എനിക്ക് സന്തോഷമായി. ചോദ്യം വന്നപ്പോൾ നമ്മൾ
കൃത്യമായ ആൻസറും പറഞ്ഞ് ചരിത്രമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കൃത്യമായിട്ട് പ്രഭാഷണം കൊണ്ടുപോയി. അന്ന് എനിക്ക് സൈക്കിൾ പോലുമില്ല, ഇന്ന് വണ്ടി കൊണ്ടുവരുന്ന കാലമാണ്. ഞാൻ അവിടുത്തെ പ്രഭാഷണം കഴിഞ്ഞ് എന്നെ അവര് വിട്ടു. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് നോക്കിയിരിക്കുമ്പോൾ ഈ അഡ്വക്കേറ്റ് ഒരു സ്കൂട്ടറെ കൊണ്ടു നിർത്തി. കൊച്ചിയിലെ പ്രഭാഷണം പറഞ്ഞാണ്. അതെ, എന്നാലും ഗുരുദേവന് കാറുണ്ടായിരുന്നു. ഈ കണ്ട എന്നാലും ഗുരുദേവന് കാറുണ്ടായിരുന്നു. ഇവിടെ സ്വാമി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഗുരു ഏതാണ്ട് പട്ടണം കിടന്ന ആളാണ്, സ്വാമി ഏതാണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഒന്നുമല്ല കേട്ടോ, കോടീശ്വരനായിരുന്നു ഗുരു, കോടീശ്വരൻ. പ്രിയപ്പെട്ട അമ്മമാരെ, ഞാൻ മഹാഗുരുവിന്റെ കൃതികൾ ചൊല്ലുന്നതാണ് കണ്ടത്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമില്ല. പണ്ട് എന്റെയൊക്കെ വീട്ടിൽ എന്റെ അമ്മയുടെ പേര് ചെല്ലമ്മയെന്നായിരുന്നു. ഞങ്ങൾ വിളിക്കുന്നത് ചെല്ലമ്മച്ചി എന്നായിരുന്നു. ചെല്ലമ്മച്ചി വൈകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എഴുതാൻ കേട്ടിട്ടുണ്ട്. കുടിലിൽ ജനിച്ചു നീ പാഴ്ക്കുടിലിൽ, ഞങ്ങളുടെ സ്വാമിയെ പാഴ്ക്കുടിലിൽ. ഒരു 60 വയസ്സിന് പ്രായമുള്ള പല അമ്മമാരും എന്റെ കൂടെ തല ഇങ്ങനെ ആട്ടുകയോ ചുണ്ടിന് ചെറുതായി അനക്കുകയോ ചെയ്തു. എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ അമ്മമാര് പോലെ കേട്ടുള്ളതാ. കുടിലിൽ ജനിച്ചു നീ പാഴ്ക്കുടിലിൽ. അസംബന്ധമാണ്, അസംബന്ധമാണ്, അസംബന്ധമാണ്. ഗുരു ജനിച്ചത് കുടിലല്ല, കുടിലല്ല, ടെക്നിക്കലി കുടിലാണ്. ടെക്നിക്കലി ഇപ്പൊ നിങ്ങൾ കാണുന്ന ചെമ്പഴന്തിയിലെ കുടിലാണ് ഗുരു ജനിച്ചത്. അവിടെയല്ല വളർന്നത്, അവിടെയല്ല വളർന്നത്. ഒരു സിനിമയില്ല മീശമാധവൻ എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ഒരു പൊക്കൻ പറഞ്ഞ ആളുണ്ട്. നിങ്ങളൊക്കെ സിനിമ പ്രേക്ഷകർ ഉണ്ടപ്പക്രു എന്ന് വിളിക്കും. ഞാൻ അജയൻ ചേട്ടൻ, ഞാൻ കോട്ടയം ക്രിസ്ത്യൻസ് കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അന്ന് അദ്ദേഹം 2ാമത്തെ PG അവിടെ ചെയ്യുക. വീണ്ടും ഞാൻ പ്ലസ് 1 കോട്ടയത്ത് ചെയ്യുന്ന സമയത്ത് പുള്ളി ബെസേലിയസ് കോളേജിൽ PG ഫൈനൽ ഇയറാണ്. പിന്നീട് അടുത്ത PG സമയത്ത് അജയൻ ചേട്ടൻ വിളിക്കുന്നത്. നമ്മൾ കഥാപ്രസംഗം TV വന്നിട്ടില്ല. ഇപ്പൊ പുള്ളി കണ്ടിട്ടൊന്നുമല്ല. എന്റെ വീട്ടിനടുത്ത്, എന്റെ വീട്ടിൽ ഒരു 10 കിലോമീറ്റർ അയ്യമനം സംസ്ഥാനത്ത് എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അച്ഛനും ഒന്നിച്ച് ഓട്ടോ ഓടിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പേഴ്സണൽ അറിയുന്നത് ഈ ഉണ്ടപ്പക്കുന്നു. അപ്പൊ അദ്ദേഹം ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, ഈ ഹരീഷ് രാജനോട്, നീ കൂടുതൽ ഡയലോഗ് പഠിക്കണ്ട, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ ഹരീഷിന് ഇവിടെ മറുപടിയുണ്ട്, നീ ഈ നാട്ടിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ മതി, വളർന്നെന്ന് പറയണം. കാരണം പുള്ളിക്ക് പൊക്കം കുറവായതുകൊണ്ടുള്ള ഒരു കൗണ്ടർ ഡയലോഗാണ്. സത്യത്തിൽ ഈ ഗുരുവിന്റെ കാര്യം ആലോചിക്കണം. മഹാഗുരു കുടിലിൽ ജനിച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലി പറയാം. കാരണം ഗുരുവിന്റെ വീട് ഇപ്പൊ നിങ്ങൾ കാണുന്ന വയൽവാരമല്ല, വയൽവാരമല്ല. വയൽവാരം ഗുരു ശരിക്കും ജനിച്ചത് ഗുരുവിന്റെ പേരൻ ഫാമിലി ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന അതിശക്തമായ ഒരു ഹീറോ തറവാടാണ് ഇലഞ്ഞിക്കൽ. ഞാൻ ചുമ്മാ പറയുമല്ല. മൂർക്കോത്ത് കുമാറിന്റെ ശ്രീ നാരായണ ഗുരുദേവ ചരിത്രം സച്ചിദാനന്ദ സ്വാമി എഴുതിയ ശ്രീ നാരായണ ഗുരുദേവ ചരിത്രം, അറിയപ്പെടാത്ത ഏടുകൾ, അതിലൊരു അധ്യായമുണ്ട്. ശ്രീ നാരായണ ഗുരുവിന്റെ കുടുംബ പശ്ചാത്തലം നിങ്ങൾ വായിച്ചു നോക്കണം. അതുപോലെ സ്വാമി ധർമാനന്ദജി ഗുരുവിന്റെ കൂടെ സതീർത്ഥനായിരുന്ന പെരുന്നെല്ലിയുടെ വകയുടെ പെങ്ങളുടെ മകൻ PK ബാലു എന്ന് പേരുണ്ടായിരുന്ന, പിന്നീട് സന്യാസം സ്വീകരിച്ച, ഗുരുവിന്റെ കൂടെ നടന്ന് സ്വാമിയുമായുള്ള കാര്യങ്ങൾ ഒരു ദൃക്സാക്ഷി വിവരണം, കമന്റേറ്ററി പോലെ. പണ്ട് വള്ളങ്ങളിലെ കമന്റേറ്ററി പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ കണ്ടുകൊണ്ട് വിളിക്കുന്ന കമന്റേറ്ററി, അങ്ങനെ നേരെ കണ്ട കാര്യങ്ങൾ വിവരിച്ചത് മാത്രം എഴുതിയ പുസ്തകമാണ് ശ്രീ നാരായണ പരമഹംസദേവൻ. ഇതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നു മഹാഗുരുവിന്റെ കുടുംബ പശ്ചാത്തലം. പാവപ്പെട്ട വീടൊന്നുമല്ല, പാവപ്പെട്ട വീടൊന്നുമല്ല. സാമതൃപാദങ്ങൾ ജനിക്കുമ്പോ ഗുരുവിന്റെ വീടിന്റെ സ്വത്ത് എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഒരു 3 കിലോമീറ്ററാണ്. 3 കിലോമീറ്റർ. ഇതൊരു യൂട്യൂബിലെ വീഡിയോയിൽ പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ചീത്തവിളിയും കേട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് പറഞ്ഞ കണ്ടന്റ് മാത്രം ആരോ കട്ട് ചെയ്തിട്ടത് കൊണ്ടാണ്. അതങ്ങനെയല്ല. മൂർക്കോത്ത് കുമാരൻ പറയുന്നത് സാമതൃപാദങ്ങൾ ജനിക്കുമ്പോ ഗുരുവിന്റെ കുടുംബത്തിന്റെ എന്താണ് ഈ കൾട്ടിവേഷൻ ലാൻഡ്, കൃഷി ചെയ്യാനുള്ള ഭൂമി എന്ന് പറയുന്നത് 800 പറ നിലമാണ്. 800 പറ നിലം. നിങ്ങൾക്ക് ഏലത്തോട്ടമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാറില്ല. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആലപ്പുഴയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. ഈ പറ നിലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പറ നിലം എന്ന് പറഞ്ഞാൽ ഒരു പറ കൊയ്ത് കിട്ടുക നല്ലതാണ്. ഒരു പറ വിത്ത് വിതയ്ക്കുക. മനസ്സിലായല്ലോ? ഒരു പറയുന്ന വിത്ത്, ഒരു പറയുന്ന പറഞ്ഞ എത്ര ഉണ്ടോ നമുക്കറിയാലോ. കല്യാണത്തിൽ പറഞ്ഞു കാണുമല്ലോ. അതിനകത്ത് ഈ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ പാരലി ഇങ്ങനെ വൈപ്പോട്ട് ചെയ്തിട്ടല്ല, അതിങ്ങനെ മല പോലെ ഒരു ഡോം പോലെ, മകുടം പോലെ. അപ്പൊ അത്രയും വിത്ത് വിതയ്ക്കാനുള്ള. അപ്പൊ ഒരു പറ വിത്ത് ഈ കുഞ്ഞു നെൽമണികൾ വിതയ്ക്കണമെങ്കിൽ എത്ര ലാൻഡ് വേണം? ശരിയല്ലേ? അപ്പൊ ഗുരുവിന്റെ കുടുംബത്തിന്
800 പറ വിത്ത് വിതയ്ക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2500 ഏക്കർ സ്ഥലം വേണ്ടേ? ഇത് സിമ്പിൾ ലോജിക് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഡൽഹി പോകുമ്പോ ഡൽഹി ജെഎൻയുടെ ക്യാമ്പസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 500 ഏക്കർ ഇപ്പൊ കുറച്ച് മാറ്റം വന്നു തോന്നുന്നു. അത് വേണ്ട. തിരുവനന്തപുരത്ത് പോകുമ്പോൾ കാര്യവട്ട ക്യാമ്പസ് 350 ഏക്കർ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇലക്ട്രിക് ബസ് നടന്ന് എത്തുക എന്ന് പറഞ്ഞാൽ കാര്യവട്ട ക്യാമ്പസിന്റെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ 1.25 കിലോമീറ്റർ 400 ഏക്കർ. അപ്പോ 800 പറ നെല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ 2500 ഏക്കർ വിട്ടേര് മിനിമം 1000 ഏക്കർ ഉണ്ടോ? മിനിമം 400 ഏക്കർ വരുമ്പോൾ 1.5 കിലോമീറ്റർ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നീളമുണ്ടെങ്കിൽ 1000 ഏക്കർ എന്ന് പറയുമ്പോൾ മിനിമം 2.5 കിലോമീറ്റർ ഉണ്ടോ? ഇതിനാണ് പറഞ്ഞത്. ഈ നമ്മുടെ ഈഴവം എന്നല്ല, നമുക്ക് വേറെ CHO അറിയാലോ. ആ CHO ഭ്രാന്തര ചങ്ങലക്കില്ല ഇവരെ. ഇത് ഉള്ള കാര്യമാണ്. ഗുരുവിന് അങ്ങനെ 800 പറ നെല്ല് വിതയ്ക്കാനുള്ള സ്വത്ത് ഗുരുവിന്റെ ഫാമിലിക്ക് ഉണ്ടെങ്കിൽ മഹാഗുരുവിന്റെ അന്നത്തെ കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ ഒരു 2-2.5 കിലോമീറ്റർ കാണും. അങ്ങനെ ഗുരുവിന്റെ കുടുംബത്തിൽ ഒരു എൻഡിലെ തേങ്ങ ഇട്ട് തീരുമ്പോൾ മറ്റേ എൻഡില് തേങ്ങ വിളഞ്ഞു വരുമായിരുന്നു. ഇത് പറഞ്ഞേക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 3 മക്കള്, ഉച്ചകൃഷ്ണ പണിക്കര്, കുഞ്ഞകൃഷ്ണ പണിക്കര്, ഒരു പേരുണ്ട്. ഉച്ചകൃഷ്ണ പണിക്കര്, കുഞ്ഞകൃഷ്ണ പണിക്കര്. ഈ 3 ആൺപിള്ളേരും ഗുരുദേവന്റെ കൂടെ ക്ലാസ്മേറ്റുകളായിരുന്നു. ക്ലാസ്മേറ്റുകള് വാർണപ്പള്ളി ഗുരു പഠിക്കുമ്പോ, വാർണപ്പള്ളി താമസിച്ചുകൊണ്ട് ചേവണ്ണപ്പള്ളി പഠിക്കുമ്പോ പിന്നെ മൂർഖത്തുമാരം പറയുന്നുണ്ട്. സാമതൃപാദങ്ങൾ ആദ്യമായി പഠിക്കാൻ കായംകുളത്തേക്ക് പോകുമ്പോ കെട്ടുവള്ളം എന്ന് കെട്ടുവള്ളം ടാക്സി വിളിച്ച കെട്ടുവള്ളമല്ല, കുടുംബത്തിലെ സ്വന്തം കെട്ടുവള്ളം. അന്ന് 12ഓളം പേരാ ഗുരുവിന്റെ കുടുംബത്തിലെ തുടച്ചിൽക്കാണ്. ഈ പറഞ്ഞ കുടിലുള്ളവരാണ് അന്ന് തുഴയാൻ നിൽക്കുന്നത്. കാശൊന്നും. അപ്പൊ ഗുരു ഈ വള്ളത്തിൽ കയറി ഇരുന്ന് സാധുക്കളുടെ വസ്ത്രം, ജോലിക്കാർ എല്ലാവരും കയറി ഇരുന്ന്. അപ്പൊ മൂർഖത്ത് പറയുന്നുണ്ട് ടക് 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 ഒരു സൗണ്ട് കേൾക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഗുരുവിന്റെ അച്ഛൻ മാടനാശ വരുന്ന സൗണ്ടാ. അന്നത്തെ മുതലാളിയാണ്, നാട്ടുപ്രമാണിയാണ്. അതുകൊണ്ട് മെതികടി ടക് 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 എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഗുരു എഴുന്നേറ്റ്. അപ്പോ വലത് കൈ കൊണ്ട് ഒരു കിഴി അങ്ങോട്ട് നീട്ടി. അപ്പൊ ഗുരു ചോദിച്ചു, എന്താണ് അച്ഛാ ഇത്? മൂർഖത്തും പറയുന്നു, നടരാജ ഗുരുവും പറയുന്നു, കുമാരനാശാനും പറയുന്നു, നയ്യനാട് ദാമോദരനും പറയുന്നു, എന്ന് പറയുന്നു, സ്വാമിതരം എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നടന്ന കഥയാ. അച്ഛൻ എന്താണിത്? അപ്പോ മാടനാശന്റെ മറുപടി, ഇത് നിനക്ക് കുറച്ച് പണമാണ്. നീ ഇനി വർഷങ്ങൾ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വരുള്ളൂ. അത് എപ്പോഴും വിലപ്പെട്ട സ്ഥലമല്ല കായംകുളം. വലിയ ദൂരെ. കായംകുളം വേറെ രാജ്യം. നിങ്ങൾക്ക് മനസ്സിലായി? കാരണം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ UK-യിലോ കാനഡയിലോ പഠിപ്പിക്കാൻ വിടുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടും ചെലവുമുള്ള കാര്യമാണെന്ന് തിരുവിതാംകൂറിന്റെ കായംകുളത്ത് പഠിപ്പിക്കാൻ വിടണമെങ്കിൽ. മാത്രമല്ല, കായംകുളം രാജ്യം തിരുവിതാംകൂറിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാതെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവിതാംകൂറുമായി സമരം ചെയ്യുന്ന, ഉടക്കി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങോട്ട് പഠിപ്പിക്കാൻ വിടുന്നത്. ഇതിന് പണച്ചെലവുണ്ട്. ഗുരുദേവന്റെ അച്ഛൻ മാടനാശാൻ ഒരു ബാങ്കിൽ പോയും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടില്ല. സ്വന്തം കുടുംബത്തിലെ കാശ് കൊണ്ടാ ഗുരുവിനെ പഠിപ്പിച്ചേ. അന്ന് ഗുരു പറയുന്ന മറുപടിയുണ്ട്, നമ്മോടും പണത്തോടും ഒന്നിച്ചച്ഛൻ വിട പറയണ്ട, പണം ഇവിടെ ഇരുന്നോട്ടെ, നാം ഇറങ്ങുന്നു. കേട്ടില്ല? ഇതൊക്കെ പാവപ്പെട്ട വീട്ടിലാണ്. നിങ്ങളൊക്കെ പാടിയ പോലെ കുടിലിൽ ജനിച്ചൊരു സ്വാമി ആ കുടിൽ നിന്നാണ് കാശ് കൊടുത്തത്. നല്ല സ്തംഭന്റെ വീട്ടിലാ കുടി ജനിച്ചേ. ഇനി നടരാജ ഗുരു ഗുരുവിന്റെ സമാധിക്ക് ശേഷം ചെമ്പഴന്തിയിൽ പോയി ഗുരുവിന്റെ കൂട്ടുകാരെയും വ്യക്തികളെയും അച്ഛൻ അനിയന്മാരുടെ മക്കളെ കണ്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവരുടെ നടരാജ ഗുരു പറയുന്നത്, ഗുരുവിന്റെ അച്ഛൻ മാടനാശാൻ എല്ലാ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു ഓലക്കുടയും ചൂടി. കേൾക്കണേ, അന്ന് ഓലക്കുടയൊക്കെ കാശുള്ള വീട്ടുകാർക്കേ ഉള്ളൂ. കാശുള്ള വീട്ടുകാർക്കേ ഉള്ളൂ. ഞാൻ ഈ പണക്കാരെ വലുതാക്കുന്നതല്ല, ഒരു സാമൂഹികമായ യാഥാർത്ഥ്യം പറഞ്ഞതാ. അന്ന് കാശുള്ളവർക്കേ ഉള്ളൂ. ഒരു ഓലക്കുടയും ചൂടി മെതികടിക്ക് വിട്ട് ഹജൂർ കച്ചേരിയിലേക്ക് പോകുന്നു. എല്ലാ മാസത്തേക്കും ആദ്യത്തെ വെള്ളിയാഴ്ച. എന്തിനാണെന്നറിയാമോ? ഇൻകം ടാക്സ് അടയ്ക്കാം. ഇൻകം ടാക്സ്, വരുമാന നികുതി, ലോണിന്റെ EMI അടയ്ക്കാനല്ല, ഇൻകം ടാക്സ്. ഇതെല്ലാമുള്ള ഗുരുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് നമ്മളെ കൃത്യമായി മിസ്ഗൈഡ് ചെയ്തു. കൃത്യമായി നിങ്ങൾക്കറിയാം, ഏറ്റുമാനൂര് ഈ കഴിഞ്ഞതിന്റെ പിന്നത്തെ, അതായത് ഇപ്പൊ ഒരു MLA ഇവിടെ ഉണ്ട്, അതിന് മുമ്പ് ഒരു MLA ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ആരാന്ന് പറയുന്നത്.
അതിരമ്പുഴ ശ്രീകണ്ഠമംഗലം ശാഖയില് അദ്ദേഹം ഉദ്ഘാടനം ഞാൻ ഒക്കെ ഉദ്ഘോഷിക്കും. എമ്മനെ അവർ പ്രസംഗിക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓണക്കാലത്തെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ശ്രീ നാരായണ ഗുരുദേവന്റെ ചെറുപ്പകാലമാണ്. ശ്രീ നാരായണ ഗുരുദേവന്റെ ഓണക്കാലത്താണ് ജനിച്ചത്. അന്ന് പട്ടണിയും പരിവിട്ടമായിരുന്നു. ശ്രീ നാരായണ ഗുരുദേവൻ ഭക്ഷണം പോലും കഴിക്കാതെ പട്ടണിയില് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. ഏത് പോലത്തെ ഞാൻ തൊട്ട് പറയുക, അല്ലെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞ അല്പം ടെററിസ്റ്റ് ആയിരുന്നു. MLA വലിച്ചു വാരി വിദ്യയും ഇതല്ല അങ്ങനെ സമ്പന്നായിരുന്നു. സമ്പന്നൻ ആ ഗുരുവിനെ നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചേക്കുക. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ചെമ്പഴന്തി പോകുമ്പോ ഓർത്തോണം, നിങ്ങൾ കാണുന്ന ആ വയൽവാരം കുടുംബം, ആ റൂമിനകത്ത്, ആ കുടിലിനകത്ത് ഗുരുവിന്റെ അമ്മ, കുട്ടിയമ്മ ഗുരുവിനെ പ്രസവിക്കുക, ഡെലിവറി ചെയ്യുക. അവരുടെ ഉദരത്തിൽ നിന്നും, അല്ലെങ്കിൽ ബോംബ്, അല്ലെങ്കിൽ യൂട്രസ്, വാട്ടവർ, ഏത് വാക്കെങ്കിലും ആലോചിച്ചോട്ടെ, അവിടെ നിന്നും ആ സ്ത്രീയുടെ, ഒരു അമ്മയുടെ പരിപാവനമായ ആ ശാരീരിക അവയവത്തിൽ നിന്നും ആ കുഞ്ഞ് പുറത്തേക്ക് വന്ന് ഈ ഭൂമിയുടെ ഊഷ്മാവിലേക്ക് നിവദിക്കുക എന്ന് പറയുന്ന പരിപാവന കർമ്മം നടന്ന, ലോക്കൽ ഭാഷയിൽ പറഞ്ഞ പ്രസവം ആണല്ലോ സംഭവം തന്നെ. ആ പ്രോസസ് നടന്ന സ്ഥലം മാത്രമാണ് വയൽവാരം എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ വീട് ബാക്കി പാട്ട് പാടണ്ട. സ്വാമിയുടെ വീട് അതല്ല. 16 കെട്ടായിരുന്ന, 75 റൂം ഉണ്ടായിരുന്ന, ഇത്രയും പറയാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ആകെപ്പോൾ 1.5 മണിക്കൂർ സമയം ഓക്കെ, നമുക്ക് കൂടുതൽ സ്പീഡിൽ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ആ കാറ് സ്വാമി ഇതുവരെ നമ്മുടെ ഗംഭീരമെന്ന് 2 വാക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ആദ്യം വന്നൊരു സംഭവമായതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം കൂടെ കേട്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ആ സ്റ്റോറി പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോ ഈ കാറുണ്ടോ എന്നൊരു സംശയം ചോദിക്കണം. സ്വാമിയുടെ ഫാമിലി പശ്ചാത്തലം ഞാൻ പറയേണ്ടി വന്നത്. അപ്പോ ഓർത്തോണം. ഇനി അത് പറയുന്നതിന് ഒരു കുഞ്ഞു കഥകളെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഗുരുവിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആറാട്ടുകൾ വേലാതെ പഠിക്കുന്ന മക്കളെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു സംഭവം ഗുരു അവിടെ പഠിക്കുന്ന സമയം ആറാട്ടുകൾ വേല അറിയാൻ പറ്റും. ആറാട്ടുകളെ കുറിച്ച് അറിയാമല്ലോ. ഒരു ഈഴവ പോരാളിയായിരുന്നു. 3000 ഏക്കർ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഗുരു ജനിക്കുന്നതിന് 3 കൊല്ലം മുമ്പേ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചയാളാണ്. പക്ഷെ ഗുരുവിനെ പ്രതിഷ്ഠയല്ല, ഒരു നമ്പൂതിരിയെ കഴുത്ത് പടിവാള് വെച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടും. ആണുങ്ങളിലാണായാലും ആറാട്ടുകൾ വേലായുധ പണിക്കർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കടന്നു ചെന്ന് 1.5 മാസം അവിടെ താമസിച്ച് പൂജാവിധികളും പ്രതിഷ്ഠാകർമ്മങ്ങളും ബാക്കി എല്ലാ തന്ത്രവിദ്യയും പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞിട്ട് മഹാദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളായിരുന്നു. താങ്കൾക്ക് വൈക്കുന്ന മേൽശാന്തി 1838 ഗുരു ജനിക്കുന്നതിന് 20 മുമ്പാ. എന്നിട്ട് ചോദിച്ചു ഗുരുവിനോട്, എനിക്കൊരു കാര്യം ചോദിക്കണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് സംശയം? എന്റെ പഠനം അവസാനിച്ചോ? നിന്റെ പഠനം ഏതാണ്ട് പൂർത്തിയായി. ഇനി എനിക്കൊരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റും. എല്ലാം ചോദിച്ചു പറഞ്ഞു. ഒരു സംശയം ചോദിക്കണം. ഒരു ക്ഷേത്രത്തിൽ ഒരു ആഭരണം കിടന്നാൽ എന്ത് ചെയ്യണം? അപ്പൊ ക്ഷേത്രത്തിൽ ആഭരണം കിടന്നാൽ ഇന്ന പൂജകൾ ചെയ്യണം. ക്ഷേത്രത്തിലെ പൂജാരിയെയോ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരനെയോ ഈ ആഭരണം തൊട്ടാൽ എന്ത് ചെയ്യണം? അത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതിനെന്തോ ചിലവാകും, അതിന് ഇത്ര ചിലവാകും. അപ്പൊ അവിടെ ഒരു ഫിസിൽ പെട്ടെന്ന് അവിടെ മതിലിന് പുറത്ത് കെട്ടിയിട്ടിരുന്ന കരുത്തനായ ഒരു കുതിര ആ മതില് ചാടി പുറത്തേക്ക് വന്നു. അപ്പൊ സാധാരണ ഈ ക്ഷേത്രങ്ങളൊക്കെ അതിൽ കയറാറില്ല. ഒരൊറ്റ ചാട്ടത്തിന് ഡൈവ് ചെയ്ത് കുതിരപ്പുറത്ത് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ വാമദേവൻ നമ്പൂതിരിയല്ല, ഞാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഒരു ഈഴവന് ജനിച്ച ആറാട്ടുപുഴയിൽ നേരേകടം എന്ന് പറയുന്ന വീട്ടില് പരമേശ്വര പണിക്കർക്ക് ജനിച്ച ഒരീഴവ യുവാവാണ് ഞാൻ. ഇവിടെ പൂജ പഠിക്കാൻ വന്നതാണ്. ഇനി എന്റെ കാര്യം തന്നെയാ ചോദിച്ചേ. ഒരു അവർണം കയറിയാൽ എന്ത് ചെയ്യണം? അവര് നിങ്ങൾ തുക പറഞ്ഞല്ലോ. പറഞ്ഞപ്പോ വെള്ളി നാണയ പറഞ്ഞേ. സന്ധി എടുത്തിട്ട് പറഞ്ഞു, ഏറിന്റെ കൊടുത്തു, ഇത് സ്വർണ്ണ നാണയമാണ്, എല്ലാ ശുദ്ധികലശവും ചെയ്തോളാം. അതിനുശേഷം വീണ്ടും ഒരു നാണയം എറിഞ്ഞു കൊടുത്തു. അറിയാതെയാണെങ്കിലും 1.5 മാസം എന്നെ പൂജ പഠിപ്പിച്ചതിന് ഗുരുവിനുള്ള ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഇവരൊക്കെ നോക്കി നിൽക്കെ കുതിരപ്പുറത്ത് ചാടി വൈക്കം തവണക്കടവിലേക്ക് എത്തുമ്പോ 12ഓളം വള്ളങ്ങളാണ് വന്നിരുന്നത്. 12ഓളം വള്ളങ്ങൾ കൊണ്ടുപോകാൻ ആളുടെ ഗുണ്ടാസംഘങ്ങളാ കേറിയിട്ട്, നീയൊക്കെ ആളാണെങ്കിൽ എന്നെ വന്ന് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി പോയ ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈഴവകുലം ഈ കുലത്തിലെ ആളുകളിലാണായവൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആളുടെ വൈഫിന്റെ പേരാണ്
വിളുമ്പിപ്പണിക്കെത്തി. ഓക്കെ, ഇവിടെ വരെ കേട്ടല്ലോ. അപ്പോ ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് വരുന്ന കുറച്ചുകൂടി സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. ചെറുപ്പക്കാരനാണല്ലോ. പതിയെ പതിയെ ഈ പെൺകുട്ടിയും ആറാട്ടുപുഴയുമായി ഒരു കെമിസ്ട്രി കെമിസ്ട്രി. അങ്ങനെ ആറാട്ടുപുഴ ഒരു പുരയുടെ വളർത്തി എഴുതി കൊടുത്തു, ഒരു വീട് വെച്ചു കൊടുത്തു. ബാക്കി ജോലിക്കാരെന്ന് പറഞ്ഞു ഉണ്ണിപ്പിടിക്കത്തോട് അവളെ ഇപ്പോ തമ്പ്രാനാണ് നോക്കുന്നെന്ന് പറഞ്ഞു. മണിക്കെത്തി വർഷം ഉണ്ടാക്കി. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വല്ലപ്പോഴും അവളെ ഒന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. അന്ന് ഈഴവർക്ക് നമുക്ക് ഈ മോണോഗമി ഒത്തിരി ഒന്നിലധികം ഭാര്യമാരൊക്കെ നമുക്ക് ആകാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈഴവർക്ക് 13-14 മക്കളൊക്കെ ഉള്ള കാലമാണ്. അപ്പൊ അത് ബഹുഭാര്യ ഗുരുവാണ് അതൊരു സർക്കുലർ പോലെ സ്റ്റോപ്പ് ചെയ്തത്. ഉണ്ണിപ്പണിക്കത്ത് പറഞ്ഞു, ഇവിടെ ഞാനാണ് പ്രധാനപ്പെട്ടത്, അവളാണ് പ്രധാനപ്പെട്ടത് കരയണം. ആ കോമൺ സോക്കോട്ട് വഴക്കുണ്ടാക്കുന്നു. അപ്പോ അദ്ദേഹം പറയുന്നു, എന്തായാലും നിന്റെ വാക്ക് കേട്ടോണ്ട് അവളെ ഉപേക്ഷിക്കത്തില്ല. ഉണ്ണിപ്പണിക്കത്തി അന്ന് 4 മക്കളെ കടരുന്ന മൊത്തം 6 മക്കളുണ്ട്. ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് മടങ്ങുന്നു. ആ ഒളിമ്പിപ്പണിക്കത്തിയുടെ ഭവനമാണ് ഗുരുദേവൻ താമസിച്ച വാരണപ്പള്ളി. കേട്ടല്ലോ, ഇതൊക്കെ കണക്ടറാണ്. ഗുരുദേവൻ പഠിച്ചത് വാരണപ്പള്ളിയല്ല, ഗുരു പഠിച്ചത് ചേകണ്ണൂർ കളരിയിലാണ്. ഗുരുവിനെ പഠിപ്പിച്ചത് കുമ്മമ്പള്ളി രാമപള്ളി ആശാനാണ്. കുമ്മമ്പള്ളിയും ചേകണ്ണൂരും നായർ ഫാമിലിയാണ്, വാരണപ്പള്ളി ഈഴവ ഫാമിലിയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് സ്റ്റോറിയുണ്ട്, സമയം. അപ്പോ അന്ന് വിളിമ്പിപ്പണിക്കത്തിയുടെ തറവാടാണ് ഗുരു താമസിച്ച വാരണപ്പള്ളി. അന്നത്തെ വാരണപ്പള്ളിയിലെ കാരണവർ അഥവാ ഗുരുവിന്റെ ഗുരു പഠിക്കാൻ ചെല്ലുമ്പോൾ താമസിക്കുമ്പോഴത്തെ കാരണവർ അഥവാ ആറാട്ടുപുഴയുടെ എന്താണ് ബ്രദറിലോ, നമ്മുടെ അളിയൻ എന്ന് പറയുന്നത് ബ്രദറിലോ, വൈഫിന്റെ അണ്ണ, അത് വാരണപ്പള്ളിയിലെ കൊച്ചി കൃഷ്ണ പണിക്കരാണ്. കൊച്ചി കൃഷ്ണ പണിക്കർ. അപ്പൊ അദ്ദേഹത്തിന് വലിയ കോപമായി. അദ്ദേഹം ഒരു കത്ത് കൊടുത്തു ആറാട്ടുപുഴയ്ക്ക്, എടാ പണിക്കരെ, നീ എന്റെ പെങ്ങളെ ഇറക്കി വിട്ടത് ഇറങ്ങിപ്പോയത് അദ്ദേഹം പറയുന്നുണ്ട്. നീ ഇവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു, അവളുടെ കൂടെ എത്ര കാലം നിന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, വാരണപ്പള്ളി തറവാടിലെ ഉരൽപ്പുരയും നെൽപ്പുരയും വൈദ്യപ്പുരയും നിറഞ്ഞിട്ട് മിച്ചം വരുന്ന നെല്ല് വെറുതെ കൂട്ടിയിട്ടാൽ അതിനെ നിങ്ങൾ നെൽമല എന്ന് വിളിക്കും. നെൽമല. ആ നെൽമലയുടെ പുറത്ത് കയറി നിന്ന് എട്ടി നോക്കിയാൽ ആറാട്ടുപുഴ കുടുംബം കാണാവുന്നു. കേട്ടല്ലോ, അവരുടെ ആദ്യത്തെ കാണിച്ചത് കേട്ടാ, ശരിയുമാണ്. ഇത്രയും വലിയ നെല്ല് പുറത്ത് നോക്കി കാണാം. ആറാട്ടുപുഴ എന്ന് പറഞ്ഞില്ല. പിറ്റേ ദിവസം 1 മാസം കഴിഞ്ഞപ്പോ ഒരു ചെറിയ ചാക്കുകൾക്ക് കൊടുത്തു. ചാക്കുകൾക്ക് കുറിപ്പും, പ്രിയപ്പെട്ട എന്റെ ഭാര്യ സഹോദരൻ അറിയുന്നതിന്, എന്റെ പറമ്പിൽ വിളഞ്ഞ ഒരു ചേന ആവശ്യത്തിൽ കൂടുതലാണ്, അങ്ങേക്ക് ഇരുന്നോട്ടം. തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണ ചേന, സ്വർണ്ണം കൊണ്ട് ചേന വന്നിട്ട് ഇതായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പറമ്പിൽ വിളയുന്നത് സ്വർണ്ണ ചേനയാണ്. 2 സമ്പന്ന ഈഴവ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ സീരിയലിനകത്ത് കാണുന്ന പോലെ മുട്ടുവരെ തോർത്ത് കൊടുത്ത് പാടത്തൊപ്പിയും വെച്ച് പണിയെടുക്കുന്നവരായിരുന്നില്ല. അതിസമ്പന്നമായ ആളുകൾ ഈ കൂടെ ഉണ്ടായിരുന്നു. ഗുരുവിന്റെ സ്വത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അറിയുന്നത് മാത്രം നമ്മൾ വീട്ടിൽ ഗംഭീര എന്ന വാക്കിലേക്ക് പറയുന്നു. സാമൂഹ്യപാതകൾ 2 തവണ ഗംഭീര എന്ന് പറയുന്നുണ്ട്. ഈ കാറില്, നേരത്തെ പറഞ്ഞ കാറില് സ്വാമി ഈ പറഞ്ഞ ആറ്റിങ്ങലിനടുത്തുള്ള അവിടെ കുറച്ച് മാറിപ്പോയി ഗ്രാമത്തിൽ വന്നു. അപ്പൊ അവിടെയുള്ള ആളുകൾ സ്വാമിയെ സ്വീകരിക്കുവാനും വിശ്രമിക്കുവാനും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം അവസാനമാണ് പ്ലാൻ ചെയ്തത്. ഏതായാലും നാളെ ഗുരുദേവൻ വരുന്നുണ്ടല്ലോ. ഗുരുദേവൻ വരുന്ന സമയത്ത് സ്വാമിയെ സ്വീകരിക്കാൻ ഒരു ചെണ്ടമേളം വേണ്ടേ? ചെണ്ടമേളം. അപ്പൊ ആരാണ് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ ഈ ചെണ്ടമേളം പോലുള്ള ആർഭാടങ്ങൾ താല്പര്യമില്ലെന്നാണ്. അതുകൊണ്ട് ഗുരു വരുമ്പോൾ ചെണ്ടമേളം വേണ്ട, അങ്ങനെയാണ്. പിന്നെ ചർച്ച വന്നപ്പോൾ എനിക്ക് ചെണ്ടമേളം വേണം. അപ്പൊ അതിന് പ്രശ്നം വന്നു. ഇപ്പോൾ തന്നെ സ്വാമിയുടെ സ്വീകരണത്തിന് ഒരുപാട് പണമായിട്ടുണ്ട്. ഇനി ചെണ്ടമേളത്തിന് കുറച്ചുകൂടി പണം ചെലവാകും, ഇതിന് പൈസ ഇല്ല. അപ്പൊ വേറൊരാൾ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു മേളക്കാരെ വിളിച്ചു, അതിന് കാശ് എത്രയാണെങ്കിലും ഞാൻ തന്നേക്കാവുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ സ്പോൺസറുകൾ. അങ്ങനെ കാര്യങ്ങൾ റെഡിയായി. ഗുരുവിന്റെ കാറ് വന്ന് നിൽക്കുന്നു. കാർ ഡ്രൈവർ നന്ദൻകോട് ജനാർദ്ദൻ ഇറങ്ങി വരുന്നു. ഗുരുവിന്റെ കാറിന്റെ ഡോർ തുറക്കുന്നു. സാമൂഹ്യപാതകൾ ഇറങ്ങുന്നു. കൂടെയുള്ളവരെല്ലാം റെഡിയാകുന്നു. ഗുരു വലതുകാൽ മുന്നോട്ട് വെക്കുന്നു, ഇടതുകാൽ മുന്നോട്ട് വെക്കുന്നു. ഒരടി ഗുരു മുന്നോട്ട് നേടുന്നു. അപ്പൊ ഈ ചെണ്ടമേളക്കാരോട് ഈ സ്പോൺസർ പറഞ്ഞായിരുന്നു, ഗുരുദേവനോട് ഞങ്ങൾ ചെണ്ടമേളം കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടില്ല, സ്വാമിക്ക് ഇഷ്ടമാണോ എന്നറിയില്ല, നിങ്ങൾ ഗുരുവിന്റെ മുൻപിൽ വന്ന് ചെണ്ട അടിക്കണം. ഗുരു നൃത്തം പറഞ്ഞ് നിർത്തിട്ട് മാറിപ്പോണം. ഗുരു ഒന്ന് വിട്ടുനിലയ്ക്ക് അടിക്കണം. ഗുരു ഒരടി അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഈ ചെണ്ടമേളക്കാർ ഓടി വന്നു.
ഗുരുദേവൻ ഉൾപ്പെടുത്തി ടക്ക് ടക്ക് ടക്കുന്ന കഴിയും. അതിന് മുറുക്കത്ത് ഗജകേസരി എന്ന് പറഞ്ഞൊരു മാസികയിലും മുറുക്കത്ത് ലേഖനം. ഇടത് കൈ ഇങ്ങനെ തൂക്കിയിട്ട് വലത് കൈ ഇടത് കൈയിൽ പിടിച്ച് സ്വാമി മേളം നോക്കി നിൽക്കുക. അപ്പൊ ചെണ്ടമേളക്കാർ നോക്കുമ്പോൾ ഗുരുദേവൻ ആസ്വദിക്കുക, ഓടിച്ച് കഴിക്കും. നല്ല ചെണ്ടമേളം. അങ്ങനെ ചെണ്ടമേളം കേൾക്കും. ഇവർ രണ്ട് സൈഡിലേക്ക് മാറിക്കൊടുത്തു. ഗുരു പതിയെ മുന്നോട്ട് നീങ്ങി. ഗുരുവിന്റെ കൂടെയുള്ള പുരുഷാരം പതുക്കെ മുന്നോട്ട് നീങ്ങി. ഇന്നൊക്കെ ആയിരുന്നെങ്കിലോ അപ്പൊ തന്നെ ശാഖാ സെക്രട്ടറി അനൗൺസ് ചെയ്യും, പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇവിടെ അടുത്ത് ചെണ്ടമേളം സ്പോൺസർ ചെയ്ത് സന്തോഷം കൊടുക്കും. വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ശാഖാ സെക്രട്ടറിയെ കൊന്നുപോലെ വിളിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയും, അന്ന് വിളിച്ചു പറഞ്ഞതെല്ലാം ഇതറിയത്തില്ലല്ലോ. ഈ കാശ് മുടക്കിയ ആൾക്കൊരു മനപ്രയാസം, ഈ ചെണ്ടമേളത്തിന് കാശ് മുടക്കിയ ആരാണെന്ന് അറ്റ്ലീസ്റ്റ് ഗുരുദേവനോട് അറിയിക്കണമല്ലോ. അപ്പൊ ഇദ്ദേഹം പതുക്കെ പോയി ചോദിച്ചു സ്വാമിയോട്, സ്വാമി മേളം നന്നായിരുന്നോ? ഗുരു ആളെ എങ്ങനെ നോക്കി, ഒരു പുഞ്ചിരി മാത്രം, ഒന്നും കിട്ടിയില്ല. ഗുരു മുന്നോട്ട് നടന്നു. സ്വാമി പറയുന്നില്ല. ഇപ്പോൾ പിന്നെ പറയാൻ ഓടിപ്പോയി, സ്വാമി മേളം നന്നായിരുന്നോ? ഞാനാ കൊണ്ടുവന്നേ. കാശ് മുടക്കിയെന്ന് ഗുരു അറിയിക്കണം. അപ്പൊ ഗുരു പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട്. ഒന്നാമത്തെ ഗംഭീരമായിട്ടുണ്ട്. ഹാപ്പി. ഗുരുദേവൻ ഗംഭീരമാണെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല പ്രശ്നം. ഈ ഗംഭീരമായെന്ന് ഗുരുദേവൻ പറഞ്ഞത് ഈ സൈഡിൽ ചെണ്ടയിൽ നോക്കിയിട്ടുണ്ടെന്ന ചെണ്ടമേളക്കാർ തലവ് കേട്ടു. അയ്യോ, ഞങ്ങളുടെ ചെണ്ടമേളം ഗംഭീരമാണെന്ന് സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു. ആള് മതി പറഞ്ഞുപോയി. ഓടി ഗുരുദേവന്റെ മുന്നിൽ വന്നു. ടക്ക് 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 കണ്ടഴിക്കും. ഗുരു അവിടെ തന്നെ പെട്ടെന്ന് ബാക്കി ആളുകൾ ഓടി വന്നു. ചുരുക്കി പറഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് ഗുരുദേവന്റെ മുൻപിൽ അടിയോടടി ചെണ്ട. ആദ്യത്തെ ചെണ്ടമേളം പൈസയ്ക്കാണ്. ഈ ചെണ്ടമേളം പൈസയ്ക്കല്ല. ഇത് ഗുരുവിന്റെ മുമ്പിലെ സമർപ്പണം. ഓടിച്ചങ്ങ് അടിച്ചു കളഞ്ഞാണ്. അതേക്കുറിച്ച് മൂർഖത്തിന്റെ വരികളാണ്. അവിടെ ഉണ്ടായിരുന്ന ഇലകൾ പോലും നിറച്ചു പോയെന്ന്. പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ വയറ് കൊത്തി പുറകോട്ട് മാറി. എന്തോ ചെണ്ടമേളായിരിക്കും. ആദ്യം തകർത്തുകളഞ്ഞ് അമ്മമാരൊക്കെ കാതിൽ വിരലിട്ടുകൊണ്ട് ഇരുന്നു പോയി. അതിഗംഭീരം. ഒന്നും വിട്ടാതെ ഗുരു അനങ്ങാതെ എല്ലാവരും സ്റ്റക്കായി. ഇവരങ്ങ് കൈ മുഴയുന്ന കടുത്ത നിശബ്ദത. ഗുരു ഒരു ചിരി. ഇത് അതിലും ഗംഭീരമായിരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞ മനസ്സിലായി സ്വാമി ഉദ്ദേശിച്ചത് സൂര്യ ഉണ്ടല്ലോ. ഇവര് പറഞ്ഞിട്ട് ഇവര് ഓർത്തത് രണ്ടാമത്തെ ചെണ്ടമേളമാണ് നല്ലതെന്നാണ്. അങ്ങനെ പറഞ്ഞത് ഇത് അതിലും ഗംഭീരം. പ്രിയപ്പെട്ട നമ്മൾ ഗുരുവിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്റെ രസകരവും തമാശകളും നിറഞ്ഞതുമായ ഒരുപാട് സന്ദർഭങ്ങൾ മഹാഗുരുവിന്റെ ജീവിതത്തിലും മഹാഗുരുവിന്റെ കൃതികളിലും മഹാഗുരുവിന്റെ ജീവിതത്തിലും എല്ലായിടത്തും. എനിക്ക് ആരും പറയണം, നിങ്ങളെല്ലാവരും ശ്രീനാരായണ പരമസദ്ഗുരുവിനെ പാരമ ദൈവമായി കണ്ട് ഉപാസിക്കണം. പാരമ ദൈവമായി കണ്ട് ഗുരു ഏതിനും ഒരു പരിഹാരമാണ്. ഏതിനും നമ്മുടെ എല്ലാം വീടുകളിൽ ഗുരു ഒരു 5ാമത്തെയോ 6ാമത്തെയോ ആളാണ്. ഞാൻ നമ്മളെ എല്ലാം എന്താ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാം എന്നല്ല, നമ്മുടെ എല്ലാം വീടുകളിൽ ഗുരു ഒരു 5ാമത്തെയോ 6ാമത്തെയോ ആളാണ്. ഇപ്പോ നമ്മുടെ ആളുകളുടെ ഇടയ്ക്ക് പൂജാമുറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പൂജാമുറി പണ്ടതില്ലായിരുന്നു. പണ്ട് നമുക്ക് പൂജാമുറി ഒന്നുമില്ല. ഏതെങ്കിലും മേശയുടെ പുറത്തോ ഏതെങ്കിലും മൂലയ്ക്ക് ഉരുണ്ടു. ഇപ്പൊ നമ്മളൊരു അറ്റ്ലീസ്റ്റ് വലിയ വീടല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിക്കൽ കൂട് കൊണ്ടോ അല്ലെങ്കിൽ ACP കൂട് കൊണ്ടോ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ക്യൂബിക്കൽ ഉണ്ടാക്കിയിട്ട് അതിലെങ്കിലും ഒരു പ്രാർത്ഥനാ സംവിധാനം ഉണ്ടാക്കും. ഞാൻ എന്റെ ഒരു പലക അടിച്ച് വെള്ളം ചോരുന്ന ഒരു വീട് അത് കഴിഞ്ഞിട്ട് പിന്നീട് 17 കൊല്ലം വാടക താമസിച്ചു. ഇപ്പോഴാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീട് വെച്ചത്. അതിനാദ്യം എന്റെ പ്ലാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്കൊരു പൂജാമുറി വേണം. ശിവഗിരി മഠത്തിന്റെ തന്ത്രിസ്വാമി നേരിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പൂജാമുറി സെറ്റ് തന്നു. പക്ഷെ അത് ഇത്രയും മഹാപുരുഷന്റെ ബന്ധങ്ങളൊക്കെ താമസിച്ചുകൊണ്ട് അങ്ങനെയായി. പക്ഷെ അതിനു മുമ്പ് എവിടെ പോകുമ്പോഴും ഈ പൂജാമുറി ഞാൻ നോക്കും, ഒരു പൂജാമുറി പഠിക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളിൽ പലരുടെയും പുതിയ വീടുകളിൽ പൂജാമുറിയുണ്ട്. പക്ഷെ ദൈവങ്ങളുടെ സംസ്ഥാന സമ്മേളനം എല്ലാ ദൈവങ്ങളെയും ഒറ്റ പാക്കിന് ഗുരു ഒരു 6ാമത്തെയോ 7ാമത്തെയോ ഒന്ന് പ്രാർത്ഥിക്കാൻ ആർക്കിട്ട് നോക്കും. ശബരിമല അയ്യപ്പൻ, പനമലയാണ്ടവൻ, ഗുരുവായൂരപ്പൻ, ചക്രത്തിലോലമ്മ, ആറ്റുകാലമ്മ, ഇല്ലാത്ത ഇതിന്റെ പേരിൽ ഒരുപാട് ചീത്തവിളികൾ ഫേസ്ബുക്കിലൊക്കെ. അത് എന്നെ പറയുന്ന പോട്ടെ, എന്റെ അച്ഛൻ, എന്റെ അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ ആദ്യ പെരുവിളിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തിയത് ഇത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നും മറ്റു ദൈവങ്ങളുടെ പിന്നാലെയാണ്. സ്വന്തം വീട്ടിൽ 1000 കോടി അനന്തന്റെ ഊർജത്തോടു കൂടി ശ്രീനാരായണ പരമസദ്ഗുരു വെട്ടി തിളങ്ങിയിട്ടു. ആ ഗുരുവിനെ തിരിച്ചറിയാതെ
അയൽവക്കത്തെ വീട്ടിലെ മിന്നാമിനിങ്ങിന്റെ പിന്നാലെ ചുറ്റുവിളക്കും നാരങ്ങാമാലയും പൂമൂടലുമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ചുറ്റുവിളക്കും നാരങ്ങാമാലയും പൂമൂടലുമായി ആറ്റുകാല പൊങ്കാല ഇടാൻ വേണ്ടി നമ്മൾ തലേ ദിവസം പോകും. തലേ ദിവസം പൊങ്കാല ഇട്ട അമ്മമാരുണ്ടെങ്കിൽ എന്റെ മേൽ പൊങ്കാല നിരന്തരമായി കേൾക്കുന്നത് കൊണ്ടാണ് ഒരു സ്ത്രീ, നിനക്ക് ഇന്ന് ഓർമ്മയുണ്ട്, വിമല ശ്രീനിവാസ്, ഞാൻ ഈ ആറ്റുകാൽ പൊങ്കാല സംഭവം ഒരു വീഡിയോ പറഞ്ഞപ്പോ അതിന്റെ താഴത്തെ കമന്റാ, എനിക്ക് ഈ മരമാക്കിയുടെ മോന്ത കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കാൻ തോന്നി. അത്രയ്ക്ക് ഇത് കണ്ടപ്പോ എനിക്ക് ആകെ പെണ്ണ് നമ്മളെ ഒരു സ്ത്രീ, നിങ്ങൾ മോശക്കാരാണെന്ന്, ഒരു സ്ത്രീ നമ്മളെ തല്ലുമെന്ന് പരസ്യമായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കൊരു ഒന്ന് ഡൗൺ. അന്ന് അത്ര ഹാപ്പി ഭക്ഷണം കഴിക്കുന്ന സൈലന്റാണ്. എന്റെ അമ്മ എന്റെ വൈഫ് ചോദിച്ചു, ഇവരെന്തോ പറ്റി ആകെ ഒരു അടി കിട്ടിയെന്ന് പറയുന്ന എന്റെ അമ്മയ്ക്ക് തോന്നി ഇവരെവിടുന്നോ അടി കിട്ടും. അവന്റെ വൈഫ് പറഞ്ഞു, അമ്മ ഏതോ പെണ്ണുങ്ങളാണ് തല്ലൂന്ന് പറഞ്ഞു വായിക്കാട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചു, ഇവിടെ എന്തുവാണ് കുഞ്ഞുങ്ങളെ തല്ലു? ഞാൻ അമ്മയോട് പറഞ്ഞു, ഫേസ്ബുക്കിലാണ് ഞാൻ ഈ ആറ്റുകാർ എല്ലാം ഞാൻ പറഞ്ഞറിയാമോ. പാലക്കാട് ജില്ലയിൽ ഒരു യൂണിയന് വനാസംഘത്തിന്റെ സെക്രട്ടറി, ഇത് നടന്ന കാര്യമാണ്, എന്നെ വിളിച്ച്, യൂണിയൻ പറയുന്നില്ല, പാലക്കാട് ജില്ല വിഭിക്ഷനാണോ? അതെ, വിപിനെ ഒരു ഹെൽപ്പ് ചെയ്യാവോ? ഞാൻ ഈ ഗുരു ക്ഷേത്രങ്ങൾ ആൾക്കാരെ വിളിക്കും, പറഞ്ഞു കൊടുക്കും. എനിക്ക് ഗുരു പ്രദക്ഷിച്ച ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളും സെക്രട്ടറിമാരെ പേഴ്സണലി അറിയാം, അവർക്ക് എന്നെ അറിയാം, അതുകൊണ്ടാണ് വിളിച്ചു കൊടുക്കുന്നത്. അതെ, ശിവഗിരി മഠത്തിൽ വന്ന് കുളിക്കാൻ വസ്ത്രം മാറാൻ പറ്റുമോ? എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ വെച്ചിട്ട് ശിവഗിരി വന്ന് കുളിക്കാൻ വസ്ത്രം മാറാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ മണിക്കൂർ 5:30 കുളിക്കണം, ഡ്രസ്സ് മാറണം, ഉടനെ ഇറങ്ങണം. അപ്പൊ ഞാൻ ചോദിച്ചു, തൊഴുന്നില്ല? ആ തൊഴുന്നില്ല. നിങ്ങൾ എവിടെ പോവോ? ആട്ടുകാർ. എന്നാ അവര് എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണ്ടേ? ഇവര് ഞങ്ങൾ ശിവഗിരി തൊഴുതിട്ട് കേട്ടോ ഈ മലമണ്ടനായ ഞാനെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. പക്ഷെ ഇവര് സത്യസന്ധമായിട്ട് പറഞ്ഞ് ഞങ്ങൾ തൊഴുന്നില്ല. ഞാൻ പറഞ്ഞു, ശിവഗിരി മഠം ഡോർമെറ്ററി അല്ല, ഇങ്ങോട്ടാരും പോകണം, ഇത് ഡോർമെറ്ററി. ഇത് ഞാൻ ഏതൊരു സ്പീച്ചിൽ പറഞ്ഞു, എന്റെ കഷ്ടകാലത്തിന് അത് ആരോ എടുത്ത് ഫേസ്ബുക്കിൽ. അതിന്റെ താഴെയാണ് ഈ കമന്റ് വന്നിരിക്കുന്നത്, ഈ മരമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോ എന്റെ അമ്മ എന്നോട് ചോദിച്ചു, നിന്നെ എന്നാ ചീത്തയായിട്ട് പറഞ്ഞു? ഞാൻ ഓർമ്മയുണ്ട്, വായിക്കുക, എനിക്ക് ഇവന്റെ മോന്ത കാണുമ്പോൾ ഇങ്ങനെ കുട്ടിക്കാം. അപ്പൊ അമ്മ പറഞ്ഞു, വിട് കയറോ? ആ ഇത്രേ ഉള്ളൂ, ഇത് എനിക്ക് നിന്നെ കാണുമ്പോ കാണുമ്പോൾ തോന്നുന്നത്. അമ്മയുടെ ആ ഒരു മോട്ടിവേഷൻ പ്രിയപ്പെട്ട, ഇതൊക്കെ ഒരു അസഹിഷ്ണുതയാണ്. ഇതൊക്കെ നമ്മുടെ അസഹിഷ്ണുത. നമ്മൾ ഗുരുവിനെ പൂജിക്കാൻ പറയുന്നത് എന്തിനാണ് അസഹിഷ്ണുത? എന്തിനാണ്? നോക്കൂ, അതിൽ ഞാൻ താഴെക്കിടയിൽ പറയുന്നുണ്ട്, ആറ്റുകാല പൊങ്കാല ഇടാൻ കോട്ടയത്ത് നിന്ന് പോകണമെങ്കിൽ അവിടെ സ്പേസ് കിട്ടണമെങ്കിൽ തലേദിവസം പോകണം, അല്ലെ? ഇല്ലെങ്കിൽ 5 കിലോമീറ്റർ അകലെ കിട്ടുള്ളൂ. 5 കിലോമീറ്റർ അകലെ തലേദിവസം പോകുമ്പോൾ എല്ലാ വണ്ടിയിലും ആളായിരിക്കും. രാവിലത്തെ ഫസ്റ്റ് 7:40 ചെന്നൈയിലാണ് കോട്ടയത്ത്, 6:20 പഞ്ചിനാണ് കോട്ടയത്തുള്ള ആദ്യത്തെ ട്രെയിൻ. ആദ്യം മുതൽ ഇടിയ അതാകുമ്പോ എവിടെയും കയറാം. ഇനി ചെന്നൈയിലെ കയറുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 2 കമ്പാർട്ട്മെന്റുകളുണ്ട്. ഈ അമ്മമാര് കയറുന്നുണ്ടല്ലോ, വലിയ ചൂട്, അതിനൊക്കെ എഴുതാനുള്ള കലം, അതിനുള്ള ഈ സാധനങ്ങള്, വിറക്, കമ്പും കോലക്കേട്ടാണ് കയറുന്നത്. ഇനി ഞാൻ പറഞ്ഞ നെറ്റ്ലൈഫ് ഇറക്കിയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലൊക്കെ തിരിച്ചു പോരുവല്ല, ഇവിടെയും കൊള്ളും ഇവിടെയും കൊള്ളും. എല്ലാവരുടെ പാത്രം, അമ്മമാരുടെയൊക്കെ പാത്രത്തിനകത്ത് തിളച്ച പായസം പൊങ്കാല വെച്ചത്. ഇതുമായിട്ട് വെളിയിൽ കയറ്റം നോക്ക്. അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് കഷ്ടപ്പെട്ടല്ലേ നിങ്ങൾ പോകുന്നത്. അവരവിടെ തളിക്കാൻ വരുന്നത് 11:30 കഴിഞ്ഞിട്ടാണ്. 11:30 രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് 3 മണിക്ക് പോയി സ്ഥലം പിടിക്കണം. ഇപ്പൊ ഉണ്ടല്ലോ, തലേ ദിവസം പോയി സ്ഥലം പിടിക്കും. കൂടിയാ ഓടയുടെ കരയിൽ അമേദ്യവും മനുഷ്യ വിസർജവും കലങ്ങി ഒഴുകുന്ന ഓടയുടെ കരയിൽ തലേ ദിവസം തോർത്ത് വിരിച്ച് രാത്രി മൊത്തം കൊതികിട്ട് കടിയും കൊണ്ട് ഉറക്കടച്ച് അവിടെ ഇരുന്നിട്ട് അടുത്തുള്ള പമ്പിൽ പോയി കയ്യും കാലും മുഖം കഴുകി കുളിച്ചെന്ന് വരുത്തി 2 പേര് ചേർന്ന് നിന്ന് മറയുണ്ടാക്കി അതിന്റെ പുറകിൽ നിന്ന് വസ്ത്രം മാറി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ അമ്മമാർ അവിടെ വന്ന് ഇരുന്നിട്ട് പൊങ്കാലയ്ക്ക് പണ്ടാരടുപ്പിനും ഇത് വരുന്നത് 10-10:30 ഇവര് നിവേദ്യത തളിക്കാൻ വരുന്നത് 11:30. അതുവരെ ഈ 36 ഡിഗ്രി ചൂടില് നിങ്ങൾ ഇടുക്കിക്കാരൊക്കെ ഒരു 36 ഡിഗ്രി ചൂട്. ഞാനൊക്കെ പിന്നെ ജനിച്ച് വീണത് 35-40 അത്ര പ്രശ്നമില്ല. നോക്ക്, അതുപോലെ ഉരുകി ഈ വെയിലത്ത് നിന്നിട്ട് പിന്നീട് ഇവന്മാർ തളച്ചങ്ങ് പോവാ. വീണില്ല. അത് കൃത്യമായിട്ട് ദക്ഷിണം മേടിക്കും.
ഇതെല്ലാം കഴിഞ്ഞ് ഈ തിളച്ച പായസമായി ട്രെയിന് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ തൂങ്ങി നിന്ന് വരുമ്പോ 24 മണിക്കൂർ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ നരകത്തിലല്ലേ? സംഭവം ശരിയാ. സ്വന്തം ഗുരുക്ഷേത്രത്തിൽ മാസത്തിലെ ചതയത്തിന് സെക്രട്ടറി പറയും 11 തൊട്ട് പ്രാർത്ഥനയുണ്ട്, 12 സമർപ്പണം, 1.5 മണിക്കൂർ. ആരും സെക്രട്ടറി ചോദിക്കും എപ്പോഴാ ഗുരുപൂജ? അത് 11 സമർപ്പിക്കും, 12 സമർപ്പിക്കും, 12:25 പ്രസാദം മേടിക്കുക, പിന്നെ ഫുഡ് കഴിക്കാൻ. ഏത് ശാഖയിൽ പോയാലും ശാഖ സെക്രട്ടറി പറയും രാവിലെ ഇവര് തുടങ്ങി. ഇപ്പൊ ഒരു 50 പേരേ ഉള്ളൂ. ഒരു 12 കഴിയുമ്പോൾ ഹോൾ പറയും. എനിക്ക് പിന്നെ അത് മനസ്സിലാക്കി അന്നദാനം 12:30. അതാണ് ഈ 12:30. നോക്കൂ, അതെന്തുകൊണ്ടാണ് ആറ്റുകാരില്ലാത്തത്? അതെന്തുകൊണ്ടാണ് ഗുരുവായൂരില്ലാത്തത്? അതെന്തുകൊണ്ടാണ് ശബരിമല ഇല്ലാത്തത്? മഹാഗുരുവിനെ ഉപാസിക്കാത്തത് കൊണ്ടാണ്. മഹാഗുരുവിനെ പരമദൈവമായി കാണാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഗുരുവിനെ പരമദൈവമായി കാണണേ, പരമദൈവമായി ഉപാസിക്കണേ. ഇവിടെ സാധിക്കുന്നവരെല്ലാവരും ഡെയിലി ഒരു 108 തവണ ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഃ ജപിക്കണേ. ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഃ. അല്ലെങ്കിൽ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലണേ. നിങ്ങൾ ചെയ്ത് നോക്ക്. ഒരു തവണ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലാൻ മാക്സിമം 10 മുതൽ 11 മിനിറ്റ് സമയം. നിങ്ങൾ ശാന്തമായി ചൊല്ലുവാണെങ്കിൽ ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ, ഓം സംസാരതാപശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സത്വപ്രമോത്തമായ നമഃ, ഓം പ്രഹഷ്ടാത്മനേ നമഃ, ഓം വീതരാഗമയ ക്രോധ ശോക മോഹ മാനസായ നമഃ, ഓം അവ്യയായ നമഃ. 6 സെക്കൻഡ് മതി ഒരു മന്ത്രം ചൊല്ലുവാൻ. മിനിമം ശരാശരി ആവറേജ് 6 സെക്കൻഡ് മതി. ഇനി ചില മന്ത്രങ്ങൾ ചെറുതാ. ഓം തുഷ്ടായ നമഃ, ഓം ശിവായ നമഃ ചെറുതാ. ആവറേജ് ഒരു മന്ത്രം ചൊല്ലാൻ 6 സെക്കൻഡ് മതി. 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 108 മന്ത്രം ചൊല്ലുമ്പോൾ 11 മിനിറ്റ് മതി. 11 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ വെറും 11 മിനിറ്റ് മഹാഗുരുവിനെ ഉപാസിക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളുടെയൊക്കെ ജീവിതം വേറെ 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 ലെവലാണ്. നമ്മളത് ചെയ്യത്തേയില്ല. നമ്മളെന്ന് എല്ലാവരും കൂടെയാണ്. ചട്ടോളിന്റെ സാഹിയെ കുറിച്ചല്ല, ഈ കുലം അങ്ങനെയാണ്. നോക്കൂ, ഒരു ശരാശരി അമ്മ ഒരു ഗുരുദേവ ക്ഷേത്രത്തിൽ പോയി ശാഖാസനത്തിന് അടുത്ത് പോയി ഒരു ഗുരുപൂജ പറയും. ഗുരുപൂജ എന്നാ? രാജേന്ദ്രൻ പൂരുരുട്ടാതി അല്ലെങ്കിൽ സന്തോഷ് മകീരം ആയിക്കോട്ടെ, ഇത് കൊണ്ടുവന്ന് നടക്കി വെക്കുന്നു. വൈദികൻ ഇത് അകത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഓം ഇനി ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഃ, ഓം സംസാരപരമനായ നമഃ. ഒരു 10 നമ്മൾ കഴിയും. പിന്നെ വിശേഷം നീ എപ്പോഴും ഇറങ്ങിയത് തിരിച്ചു എന്നെ കൊണ്ടുപോകാവോ? ഇന്നലെ ഇത് നിങ്ങൾ നോക്കിക്കോ. ആദ്യത്തെ 10 മാത്രം ശ്രദ്ധിക്കും. ബാക്കി വൈദികന്റെ പണിയാണ്, നമ്മുടെ പണിയല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് 100ാമത്തെ മന്ത്രമായി ഓം വിഷയ വിരക്തായ നമഃ, സുസുരൂപാജ്ഞപ്രാന്തി നിവാരകായ നമഃ, സുബ്രപ്രമോദ വരകർമ്മണേ നമഃ, അകൃത്യ പ്രാമുഖ പ്രസംഗായ നമഃ. കഴിഞ്ഞ് മോഹൻ 107 ഓം വിദ്യാസമ്പദേ നമഃ. 107 ഓം അഖണ്ഡ സത്യദാനന്ദ സ്വരൂപായ നമഃ. അവിടെ നോക്കിയാണ് ഓ ഭഗവാനെ കാതുഷിക്കണേ. പിന്നെ നിങ്ങൾ കാത്തിരിക്കും. നിങ്ങളുടെ പേര് പറയുന്നുണ്ടോ? ഓം വിശ്വം വ്യാപിനമാദിദേവനം നിത്യം പരം നിഷ്കളം നിത്യോദ്ഭുത സഹസ്ര വസ്ത്രകമലേ യുദ്ധാക്ഷരേ മണ്ഡപേ നിത്യാനന്ദമയം സുദേകനലയം സത്യം ശിവം സപ്രഭം ധ്യായേത് ഹംസമിതം പരാത്പരതരം സത്യത്തെ സർവാകം. കാത്തിരിക്കുവാണേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓം ഭഗവാൻ ശ്രീ നാരായണ പരമഗുരു സുരേഷ് നക്ഷത്ര നാമധേയസ്യ അല്ലെങ്കിൽ ചതയം നക്ഷത്രജാതസ്യ എന്റെ പേരും അതിന്റെ പേരും പറഞ്ഞ് ഹാപ്പി. സത്യത്തിൽ നമ്മുടെ ഗുരുപുഷ്പാഞ്ജലി അത്രയും പ്രിയപ്പെട്ടവരെല്ലാം സമയമുണ്ടെങ്കിൽ ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം വീട്ടിൽ ഒരു വായിച്ചു. ഗുരു ആരാണെന്നുള്ള ബയോഡേറ്റയാണ്. ശ്രീ നാരായണ ഗുരുദേവന്റെ ബയോഡേറ്റയാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം. ബയോഡേറ്റ. ആ രീതിയിൽ ഉപാസിക്കണേ. ഗുരു ആരാണെന്ന് കൃത്യമായി അതിനകത്ത് പറഞ്ഞേക്കുക. ശിവായ നമഃ എന്ന് മഹാഗുരു വിളിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഗുരുവിന്റെ കൃതികൾ നിങ്ങൾ എല്ലാവരും കണ്ടു. ഞാൻ അധികം കഥകളോ നീണ്ട കഥകളോ ഒന്നും പറയാതെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വൈസ് ആണ് പറഞ്ഞു പോയത്. അത് ഏറ്റവും നല്ലതാണ്. ഈ ശ്രീനാരായണ മാസം എന്ന് പറയുന്ന ഒരു ടൈമിൽ മാത്രം ചൊല്ലിയാൽ പോരാ. സാധിച്ചാൽ നിങ്ങൾ എന്നും ചൊല്ലണം. എന്നും ഒരു 3-4 കൃതികൾ സെലക്ട് ചെയ്യും. നിങ്ങൾ സാധിക്കുവാണെങ്കിൽ ഭദ്രകാളി എട്ടലങ്ങൾ
ബാഹുലയായിട്ട് ചെല്ലണം. ഇവിടെ മിക്കവാറും അമ്മമാര് ബാഹുലയാട്ടം തുറത്തേയില്ല. എന്നോട് എല്ലാ അമ്മമാരും പറഞ്ഞ പുതിയ വാക്കുണ്ട്, എന്റെ പൊന്നി പിന്നെ ഞങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി പുറകിൽ കമന്റ് വരും, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടൊക്കെ പാടിയാൽ മതി. ഈ പാട്ടൊക്കെ ക്ലാസ്സിൽ പോയി കുറെ പട്ടിൽ സത്യത്തിൽ ഇത് വളരെ അമ്മ പിന്നെ രാവിലെ സത്യത്തിൽ ബാഹുലയാട്ടകൻ ചൊല്ലണം. നിങ്ങളെ കൊണ്ട് ഗുരു ഹോമം ചെയ്യിക്കുക. ഓം ഹ്രീം ക്ലീം. നമ്മളെ വ്യസനിപ്പിക്കാറ് ഓം ഹ്രീം ക്ലീം പറയാറുണ്ടോ? പറയും. കർക്കടകവാവിന് വരും. അല്ലാതെ എപ്പോഴെങ്കിലും പറയൂ. ഈ നാഗമ്പടം കോട്ടയം മഹാദേവക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 300 ബലിയുണ്ട്. എല്ലാ ദിവസവും ഈ ചിലവരുടെ കർക്കടകവാവിന് 12,000 ബലിയാണ്. കഴിഞ്ഞ ആഴ്ച പട്ടിപ്പണിയായിരുന്നു. നാട്ടുകൂടി നമ്മളെ ഇത് കൊടുക്കണ്ടേ, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഭ്രാന്തായി പോയി. വെളുപ്പിനെ 3 അമ്പേര് കേട്ട് 11:30 ഇറങ്ങി. എന്റെ ജീൻസ് കണ്ടല്ല നാഗാമ്പലത്തിന്റെ പേരിനകത്ത് ഞാൻ ഇങ്ങനെ ജീൻസ് വെച്ച് കയറ്റി ഒരാളെ കമന്റ് നിമിഷമൊക്കെ ബംഗാളി പണിക്കാരുടെ അങ്ങനെയായിരുന്നു. അതുപോലെ പണിയായിരുന്നു. ഈ നാഗമ്പലത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ SNDP-ക്കാർ ചെറുപ്പക്കാർ അപ്പൊ ഈ വൈദികൻ പറയും വരും, എല്ലാവരും ഇരിക്കും. ഈ ശാന്തിമാര് അവരാത്മാർത്ഥ പറയും ഇരിക്കും. അപ്പം എള്ളും വെള്ളം തൊഴുതി പിടിക്കും. അപ്പൊ തൊഴുതി പിടിച്ചു. അപ്പൊ പറയും ഈ പവിത്രത നിങ്ങൾ ഇനി ഏത് നാഗമ്പലത്ത് വരുവാണെങ്കിൽ അത് എവിടെ പോയാലും നമ്മുടെ ചെറുപ്പക്കാരോട് പറയും ആ പൗത്രത്തെ തൊഴുതി പിടിക്കും. ഈ പൗത്രത്തെ എടുക്കുന്ന മടിച്ച തൊഴുതി പിടിച്ചു. ഓ പവിത്രം പാപനാശം ആയുർത്തേജോ ബലം സൗഖ്യം പവിത്ര ധാരണം നമഃ. ഈ മുഴുവൻ പേര് നമഃ അത്രേ ഉള്ളൂ. ബാക്കിയില്ല. വലത് കടം മോചകരണയിടും, വലത് കടം മോചകരണയിടും. ഈ പാവപ്പെട്ട വൈദികൻ വീണ്ടും പറയും അല്പം എള്ളും വെള്ളം എടുക്കൂ, അല്പം എള്ളും വെള്ളം എടുത്തു. ഓ ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോ ഉപശാന്ത പറയും. പിന്നെ നോക്കണേ, ഞാൻ എപ്പോഴും താഴ്മത്തിൽ നടന്നല്ലേ. ഓ ശുക്ലാം വരദരം ശശിവർണം പ്രസന്നവദനം കേട്ടിട്ടുണ്ട്. പുച്ഛം ഇതൊക്കെ വൈദികൻ അങ്ങേർക്ക് ആവശ്യമുള്ളത് കൊണ്ട് ചില ഭാവങ്ങളുണ്ട്. ഞാൻ നിനക്ക് അവസരം 10 രൂപ ദക്ഷിണ തരുന്നുണ്ട്, ഇതൊക്കെ നിന്റെ പണിയാണ്. പ്രിയപ്പെട്ടവര്, അങ്ങനെ നമുക്ക് ചൊല്ലാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന അറിയാവുന്നതായിരിക്കും ശ്രീ നാരായണ പരമസദ്ഗുരു ബാഹുലയാട്ടം ഉണ്ടാക്കിയത്. ഗുരു നിങ്ങളെ കൊണ്ട് ഓ ഹ്രീം ക്ലീം ഐം നൗം. ഞാൻ ഈ ക്ലീൻ എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല. ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നാളെ രാവിലെ മൺഡേ ആണ്, പിള്ളേർ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്ക് പോയി, വേറെ ജോലിയൊന്നുമില്ല, നേരെ കുളിക്കുന്നു, ശുഭ്രവസ്ത്രം ധരിക്കുന്നു, ഭഗവാന്റെ ചിത്രത്തിന് വിളക്ക് കൊടുക്കുന്നു, ഒരു ചിഹ്നത്തിൽ വസ്ത്രം ധരിക്കുന്നു. ഓം ക്രീം ക്ലീം. ആദ്യം അമ്മായിമ്മ പറയും അവിടെ കല്ലടയിൽ പോയി. നിങ്ങളെല്ലാം ചിന്തിക്കും എല്ലാ ദിവസവും ഓം ഹ്രീം ക്ലീം. അടുത്ത ഭർത്താവിന്റെ കമന്റ് അവർക്ക് ഭക്തി മൂത്ത് ഭ്രാന്തായിരുന്നു. ഇങ്ങനെയാണ് നമുക്കിടയ്ക്ക് ഒരു പാറ്റേൺ. അതുകൊണ്ടായിരിക്കണം ബാഹുലയാട്ടങ്ങൾ നിങ്ങളെ കൊണ്ട് ഗുരു ഹോമം ചെയ്യിക്കുക. നോക്കൂ, ഗുരുവിഷ്മന്തിന്റെ മന്ത്രത്തിൽ പോലും ബീജമന്ത്രം 8 പ്രാവശ്യമുണ്ട്. ഓം ശ്രീനാരായണ വരം ഗുരു എന്നല്ല, ഓം സംസ്ഥാന അല്ലെ, ഓം ഒറ്റയോമേ ഉള്ളൂ. എന്നാൽ ബാഹുലയാട്ടത്തിൽ സാമുദ്രികപാദങ്ങൾ ഓരോ ബീജമന്ത്രങ്ങളെയും 3 പ്രാവശ്യം. ഈ ഭാരതത്തിന്റെ തന്ത്രവിദ്യ സംസ്കൃതിയിൽ ബീജമന്ത്രങ്ങൾ ഓം ഹ്രീം ക്ലീം ഐം നൗം സം രം ഹം ഗം വം ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊരു കാലത്ത് ബ്രാഹ്മണന്റെ കുത്തകയായിരുന്നു. നമുക്കാർക്കും ക്ലീം എന്ന് പറഞ്ഞ് ആലോചിക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. അന്നാണ് ഗുരുതമത്ത്. അന്ന് മാത്രമല്ല, നിങ്ങൾ എറണാകുളത്തൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകളാണ്. ഫ്ലാറ്റായി എങ്കിലും ഫ്ലാറ്റുകളാണ് 10, 40 നിലയുടെ ഫ്ലാറ്റ്, 40 നിലയുള്ള. ഇതിന്റെ എല്ലാം പില്ലർ എന്ന് പറയുന്നത് ഒരു 30-35 പില്ലറുകളാണ്. 30-35 എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കേണ്ട വൈദികനെ കൊണ്ട് ഹോമം ചെയ്യിച്ചാലും, അല്ലെങ്കിൽ ഒരു സാധാരണ പൂജാരിയെ കൊണ്ട് ഹോമം ചെയ്യിച്ചാലും, അവരെല്ലാം ചെയ്യുന്ന ഹോമങ്ങളുടെയൊക്കെ പില്ലറുകൾ ഈ ബീജമന്ത്രങ്ങളാണ്. ഓം ഹ്രീം ക്ലീം. അത് തന്നെയാണ്. ആൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പാറ്റേൺ ഒന്നും തന്നെയാണ്. ഇതിനൊക്കെ ഫ്രെയിം ചെയ്തുകൊണ്ട് മന്ത്രത്തിന്റെ കുറെ പാറ്റേണുകളുണ്ട്. ഓം ഹ്രീം ശരവണഭവ എന്ന് പറയുന്നതാണ് ബാലസുബ്രഹ്മണ്യം. ഓം ഹ്രീം ശരവണഭവ
ബാലസുബ്രഹ്മണ്യ മന്ത്രത്തിനെ ഈ തമിഴ്നാട്ടിലെ ആചാരത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒത്തിരി മാറ്റം വന്നു. കുറെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോ ഷഷ്ടിയമൂർത്തി ശരവണ ഒരു പാട്ടില്ലേ, ആ പാട്ടിന്റെ അവസാനവും ഈ ശരവണ ഭാവം ഒന്ന് തിരിക്കുന്നുണ്ട്. ഓം ഹ്രീം ശരവണ ഭവ എന്നുള്ളതിനെ ഗുരു ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഓം ഹ്രീം ശരഹണ ഭവ എന്നൊരു മാറ്റി. ആ മന്ത്രത്തിന്റെ ഗതിയിലാണ് ബാഹുലേയഷ്ടകം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാട്ടിനകത്തും അവസാന സ്റ്റൈലില് ശരഹണ ഭവ എന്ന് പറയുന്നു. അത് തമിഴ്നാട്ടിലെ ശൈവ വേദാന്തികൾ, ശൈവ സിദ്ധന്മാർ ചില തപോ ഉപാസനയ്ക്ക് വേണ്ടി ശരവണ ബാലസുബ്രഹ്മണ്യ മന്ത്രത്തെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് മഹാഗുരു ബാഹുലേയാഷ്ടകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ അകത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഒരു ഇൻട്രസ്റ്റ് അവർ മാത്രം പറഞ്ഞതാണ്. അതായത് ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പഴമ്പള്ളി അച്യുതൻ. ആരോ അദ്വൈതാശ്രമത്തില് സ്റ്റുഡന്റ് പഠിച്ച കാണാം. പഴമ്പള്ളി അച്യുതന് രാത്രി ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. നമ്മൾ സ്വപ്നാടനം, സോംനാംബുലിസം ഇംഗ്ലീഷ് പറയും, സ്വപ്നാടനം. ഇദ്ദേഹം പലതവണ ആലുവപ്പുഴയിൽ എന്ന് പറഞ്ഞു വീണു, അവിടെ തട്ടി മറിഞ്ഞു വീണു. അപ്പോ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പഴമ്പള്ളി അച്യുതന്റെ അധ്യാപകനാണ്. പ്രൊഫസർ ജി ശങ്കരക്കുറുപ്പ് ക്ലാസ്മേറ്റ്. ഇവരെല്ലാവരും കൂടെ ഗുരുദേവന് കൊണ്ടു പറഞ്ഞു, സ്വാമി നമ്മുടെ അച്യുതൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നു. അപ്പൊ ഗുരു പറഞ്ഞു, ഇവൻ എന്തെങ്കിലും മരുന്ന് കൊടുക്കട്ടെ? സ്വാമി ഒരു മരുന്ന് ഉപദേശിക്കണം. ഗുരു പറഞ്ഞു, ഇവന് മരുന്നൊന്നും വേണ്ട, ഇവന് ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ച് നീ ഇന്ന് മുതൽ 41 ദിവസം രാവിലെയും വൈകുന്നേരവും 41 തവണ ബാലസുബ്രഹ്മണ്യ മന്ത്രം കുളിച്ചീർന്നോടെ, നല്ല വസ്ത്രങ്ങളുണ്ട്, നനഞ്ഞു കുളിച്ചിരുന്നല്ലോ, അതൊരു പാറ്റലാണ്. കുളിച്ചീർന്നത് നല്ല ഈരോട് നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് ശുദ്ധിയോടെ കൂടി രാവിലെയും വൈകുന്നേരവും ബാലസുബ്രഹ്മണ്യ മന്ത്രം ചൊല്ലിക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ 13 വയസ്സുള്ളപ്പോഴാണ് ഗുരു അത് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം ശിവഗിരി സ്മരണ എഴുതുന്നത് ഏതാണ്ട് 70 വയസ്സുള്ളപ്പോഴാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പിന്നീട് ഇന്ന് വരെ എനിക്കത് ഉണ്ടായിട്ടേ ഇല്ല. അന്ന് ഗുരു പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് ബാലസുബ്രഹ്മണ്യ മന്ത്രം. ആ മന്ത്രം കൊണ്ടാണ് ബാഹുലേയഷ്ടകം എഴുതിയിരിക്കുന്നത്. മാത്രവുമല്ല, ഓം ഹ്രീം ശരവണഭവ എന്ന പുരാതന ബാലസുബ്രഹ്മണ്യ മന്ത്രത്തെ ഗുരു എഡിറ്റ് ചെയ്തിട്ട് ഓം ഹ്രീം ശരഹണഭവ ഇത് മാറ്റിയതാണ് ബാഹുലേയഷ്ടകം. നിങ്ങൾ ഡെയിലികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിക്ക് പ്രശ്നം വരുമ്പോ, എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വരുമ്പോ, നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോ, നിങ്ങളുടെ വീട്ടിൽ മനസമാധാനക്കേട് ഉണ്ടാകുമ്പോ രാവിലെയും വൈകുന്നേരവും ബാഹുലേയഷ്ടകം ചൊല്ലിക്കോ. നമ്മളെങ്ങനെയല്ല, അന്നേരം തന്നെ ഇവിടെ എടുത്തോട് അടുത്ത എടുത്തോട് പല വേറെ ആന്റിന് തകിടുകൾ ഇവനെ ഏതൊരു ജോത്സ്യം പോലെ ഭസ്മം കൊണ്ട് കൊടുത്തു. ഭസ്മം വീട്ടിൽ 4 പേര് കുടിച്ചിടും. എന്നിട്ട് ആ ഭസ്മത്തിന്റെ മേലിൽ കോഴി കയറാതിരിക്കാൻ വേണ്ടി ഭസ്മത്തിൽ വേറെ വേര് കെട്ടുകളെയും നമ്മൾ ഇങ്ങനെയൊക്കെ ഓടുക. ഈ മന്ത്രമാണല്ലേ ബാലസുബ്രഹ്മണ്യ മന്ത്രം. ഓം ഓം ഓം. ഓമിനെ 3 പ്രാവശ്യം എടുക്കുക. ഞങ്ങൾ ചൊല്ലേണ്ടെന്ന് ഓർത്തതാണ്. 1ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരി കേൾക്കണേ. ഓം 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 ധൂമ പ്രകട ജടാ കോടി ഭോഗി പ്രപൂരം അം 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 ആദിദേയ പ്രണതപദയുഗം കോരുക ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്ര ത്രയരസിതവപുർ ജ്യോതിരാനന്ദരൂപം. ലാസ്റ്റ് വരി ശ്രീം ശ്രീം ശ്രീം. ഇന്നേതാ? ശീക്ര ചിത്തപ്രമഹര മനുഷ്യം. അർത്ഥം മനസ്സിലായിരുന്നു? ചിത്ത മാറ്റിവിട്ടെ, ആ ഒരു മാത്രം. ശീക്ര ചിത്തഭ്രമം ഹരിച്ചില്ലാതെയാക്കും. അപ്പൊ എന്താ ചിത്തഭ്രമം? മാത്രം എടുക്കണമെന്നില്ല. മെന്റൽ സ്ട്രെസ്, ടെൻഷൻ എല്ലാം അനുഭവിക്കും. നമ്മുടെ മസ്തിഷ്കത്തിനുണ്ടാകുന്ന ചിന്താ ആദികള്, വ്യാകുലതകള് എല്ലാം അതിലുണ്ട്. അതിനെല്ലാം ഹരിക്കുന്നതാണ് ബാഹുലേയഷ്ടകം. ഞാൻ ഈ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിന്റെ എല്ലാ സമയങ്ങളിലും യാത്ര ചെയ്യുകയും ഡ്രൈവ് ചെയ്യുകയും ചെയ്തു. അവരുടെ ആൾക്കാർ പറയും, അവിടെ നിഴലിനെ കണ്ടു, ഇവിടെ അങ്ങനെ കണ്ടു. ഞാൻ ആദ്യം ഇതിലേക്ക് എതിർക്കും, അതൊക്കെ ഇല്ലാത്തതാണ്. പക്ഷെ ഗുരുവിന്റെ ഒരു കൃതിയുണ്ട്, ദൈവചിന്ത. അതിൽ ഗുരു പറയുന്നുണ്ട്, ഇഹലോകവാസികളെ പോലെ പരലോകവാസികളും ഉണ്ട് എന്നത് നിർവിവാദമാകുന്നു. ചില നിഴൽരൂപികളും അത് വായിച്ചു നോക്കിയാൽ മതി, അത് ഗുരു അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഉണ്ട്. അപ്പോ ഇതൊന്നും നമ്മുടെ ഞാൻ നേടുകളാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ യാത്രകളിൽ ഒരുപ്പം വീട്ടുകാരെല്ലാം ചോദിച്ചു, ഈ കുമളിയിൽ രാത്രി ഞാൻ ഒറ്റയ്ക്കാണ്, 4 ദിവസം എല്ലാവരും. ഞങ്ങളവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം കഴിഞ്ഞുള്ളൂ. നിങ്ങളവിടെ പറഞ്ഞ ഒരു വീട്ടിൽ പോകാം. നമ്മളവിടെ ഇത് പൊങ്ങി പെരുകാതിരിക്കണം. ഇന്നിവിടെ ഇറങ്ങി പോകുമ്പോൾ ഈ വന്ന ആൾ മാത്രമേ പോകുള്ളൂ. ചെവി
അപ്പൊ എന്താണ് മറ്റേ അഴുക്കുകൾ പൂക്കലുകൾ ഒരാഴ്ച വേണം വീട് വരവാക്കി. എന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ കാര്യങ്ങളെല്ലാം തന്നെയാണ്. അമ്മ ഞാൻ വീട്ടിൽ അമ്മ എന്നെ വിളിച്ചേർന്നു. നീ എങ്ങനെ തിരിച്ച് വീട് വരെ എത്തും? സ്വാമി കൂടെ ഉണ്ടാവും. കാരണം അതുപോലെ നമ്മള് ഈ കൃതികളെ ചുറ്റുകയും വണ്ടിക്കകത്ത് അത് മതിയെന്നേ, അത് മതി. നിങ്ങൾ ഈ അവിടെ ഇവിടെ കിടന്ന് ഓടാതെ ഡെയിലി ബാഹുലയാഷ്ടങ്ങൾ പ്രിയപ്പെട്ടവരെ, ബാഹുലയാഷ്ടങ്ങൾ പോലെന്നറിയുമ്പോ നിങ്ങൾ ഇവിടെ ഐശ്വര്യം വരും. മഹാഗുരു ഈ നമ്മുടെ ഈ ഐശ്വര്യത്തെ ചരട് കെട്ടിയും കഴുത്തെ തകിട് കെട്ടിയും ഹോമം ചെയ്ത് വാ വാ എന്ന് ഐശ്വര്യത്തെ വിളിക്കണ്ട. ഐശ്വര്യം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരും. ബാഹുലയാഷ്ടം ചൊല്ലുക, ഈശ്വരന്റെ വരികണം അത് ചൊല്ലും. അതിന് താഴേക്ക് ക്രീം 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 ക്ലീം 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 അങ്ങനെ പോവാം. നമ്മളാരും ചൊല്ലാത്തത് പെട്ടെന്ന് ഫീസ് വരാമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പീക്കറൊക്കെ ഫീസ് കൂടി അനുഭവം ചില പ്രത്യേക വിഷയങ്ങൾ ചില പ്രത്യേക രീതിയിലൊക്കെ പാലിക്കാതിരിക്കുമ്പോൾ ഫീസ് കൊടുക്കണമെങ്കിൽ ഫീസ് കല്യാണം കഴിച്ചു ഒരു കൊച്ചു പെൺകുച്ചുണ്ടായി. അവർക്ക് 2ാം ക്ലാസ്സിലാണ്. അതിനെ വളർത്തി വിടുന്ന ജീവനോടെ നോക്കിയാണ് ചില കാര്യങ്ങളൊക്കെ വലിയ വിവാദമാണ് വിഷയം. അപ്പോ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഞാൻ അവരുടെ ഓർമ്മയിലേക്ക് പറഞ്ഞത് മാത്രം ഒരുപാട് സമയം വേണ്ടി കളയുന്നില്ല. വേണ്ടി കുറച്ച് അമ്മമാരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഭദ്രകാളി അഷ്ടകങ്ങൾ ഭദ്രകാളി അഷ്ടകം ചൊല്ലുക, രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ആരാ പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നമാണോ? ഭദ്രകാളി അഷ്ടകം ചൊല്ലി രോഗം ഉണ്ടാകുന്നത് വെള്ളപ്രദേശം പറഞ്ഞു സത്യാനുസാരം പറഞ്ഞു. ആരായിരിക്കും പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഭദ്രകാളി അഷ്ടകം ഡെയിലി ചൊല്ലിയാൽ നിങ്ങൾക്ക് കാര്യമായ അസുഖങ്ങൾ വരത്തില്ല. ആരാ പറഞ്ഞത്? ഭദ്രകാളി അഷ്ടത്തിന്റെ പേരെന്താ? ഭദ്രകാളി അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 ശ്ലോകം. ഈ 8 ശ്ലോകം കഴിഞ്ഞിട്ട് ഗുരു 9ാമത് ഒരെണ്ണം വിളിക്കും. എന്നിട്ട് അതിന് മാത്രം ഗുരു വേറെ പേരിട്ട് ഫലശ്രുതി, റിസൾട്ട്. നമുക്ക് അങ്ങനെയാണല്ലോ, ഞാൻ ഇത്രയും തന്ന എനിക്ക് എന്നാ കിട്ടും റിസൾട്ട്. അപ്പൊ ഗുരു പറയുകയാണ്, നിങ്ങൾ ഭദ്രകാളി അഷ്ടകം ചൊല്ലിയാൽ ഇന്ന 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 റിസൾട്ട് ഉണ്ട്. അതിലൊന്നാണ് ദേവി പാദ പയോജ പൂജനമിതി ശ്രീഭദ്രകാളി അഷ്ടകം. നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയില്ല. ഗുരു പറഞ്ഞു, പ്രാത പ്രഗേയ പഠൻ, എഴുതിട്ട് രാവിലെ നിർണമാണ്. എന്റെ അമ്മ കൊടുത്തിട്ട് ചോദിച്ച്, ഇവക്ഷാനെ ഭദ്രകാളി അഷ്ടകം വൈകുന്നേരം ചൊല്ലിയാൽ ഗുരുദേവ ശപിക്കുവോ? അങ്ങനത്തെ അന്ധവിശ്വാസം ഒന്നും വേണ്ട. ഗുരുവിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നിർബന്ധമുള്ള ആളല്ല. സ്വാമി പ്രാതപ്രകയം പറഞ്ഞു പറയാൻ കാരണം രാവിലെ അന്തരീക്ഷത്തിന്റെ കോസ്മിക് എനർജി വൈബുള്ളതായിരിക്കും. ഇങ്ങോട്ട് പറഞ്ഞില്ല അമ്മമാരെ പേരൻസ് അവിടെ എഴുന്നേറ്റ് രാവിലെ പഠിക്കണം, ഓർമ്മ പോകുന്നു. കാരണം നന്നായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ബോഡി മെറ്റാബോളിസം ട്യൂൺഡ് ആയിരിക്കും, ബ്രെയിൻ വൈബ്രേഷൻ കുറവായിരിക്കും, നമ്മുടെ ഓർമ്മ കുറച്ചുകൂടി ഷാർപ്പായിരിക്കും. അന്തരീക്ഷത്തിലെ സൂര്യന്റെ പ്രകാശകിരണങ്ങളിലും വൈറ്റമിൻ ഇ ധാരാളം ഉണ്ടായിരിക്കും, ബോഡി ആക്ടിവേറ്റ് ആകും. അത് മാത്രവുമല്ല, ആ സമയത്ത് അന്തരീക്ഷത്തിലെ കോസ്മിക് എനർജി പോസിറ്റീവ് ആയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ അത് നെഗറ്റീവ് ആയേക്കാം. അതാണ് ഗുരു രാവിലെ എല്ലാം പറഞ്ഞത്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇരിക്കുന്ന 65 വയസ്സിനുള്ളിൽ പ്രായമുള്ള പ്രിയപ്പെട്ട അമ്മമാരെ, 65 വയസ്സിനുള്ളിൽ പ്രായമുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരെ നമ്മൾ ഇവിടെ വിളിക്കുന്നത് സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർ. സോ മൈ ഡിയർ സീനിയർ സിറ്റിസൺസ്, നിങ്ങൾ എല്ലാവരും ഡെയിലി ഭദ്രകാളി അഷ്ടകം ചൊല്ലാൻ ഒന്ന് ശീലിക്കണം. കാരണം സൈക്കോസൊമാറ്റിക് ഡിസീസസ്, ചില അസുഖങ്ങളുണ്ട്, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. ഇതൊന്നും മരണകാരണങ്ങളാണ്, മാനസിക സമ്മർദ്ദ ജന്യ രോഗങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട്?
കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു പ്രൈവറ്റ് ബസ് ആണ്. അവിടെ ഒരു അച്ചായം ഇപ്പോഴും ഉണ്ട്. ഒരു തൈലം വിൽക്കുന്ന ആള് ആ ബസ്സിൽ കയറിയിട്ട് ഈ തൈലം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ തലവേദന കൈകാലുകൾക്ക് കുറേ അസുഖങ്ങൾ വരെ നിങ്ങൾ പറയുന്നു. തലവേദന, കൈകാലുകൾക്ക്, ചെന്നിവേദന, ആരോഗ്യവേദന, ഇങ്ങവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് ഈ തൈലം. ഞാൻ പിന്നീട് വായിച്ച വന്നപ്പോഴാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന എല്ലാ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. വാദം, ഈ നമ്മുടെ മറ്റേ ഞരമ്പ് തടസ്സത്തിന് വരുന്ന വേദന, വെരിക്കോസ് വെയിൻ, ഇതെല്ലാം സൈക്കോസൊമാറ്റിക് ഡിസീസിന്റെ വകഭേദങ്ങളാണ്. മറ്റേ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയുണ്ടല്ലോ, മൈഗ്രെയിൻ, ഇതെല്ലാം ബോഡി മെറ്റാബോളിസത്തിൽ ചേഞ്ച് വരുമ്പോൾ ഇതൊന്നും മരണകാരണങ്ങളാണ്, പക്ഷെ ഭയങ്കര ശല്യക്കാരനായിരിക്കും. സൈക്കോസൊമാറ്റിക് ഡിസീസിന് വലിയ മാറ്റം ഉണ്ടാകും ഭദ്രകാളി ഘട്ടത്തിൽ ചൊല്ലിയാൽ. എന്തൊരു അന്ധവിശ്വാസം തോന്നി. ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് ആർക്കും പുറത്തിറക്കാൻ. അപ്പൊ ഞാൻ ബീച്ചിലൂടെ ഞാൻ ചുമ്മാ ഞങ്ങളുടെ ടീമിന്റെ പേജിനകത്ത് ഞാൻ ഇട്ടു വെച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു മഹാമാരി കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഭദ്രകാളി ഘട്ടം ചൊല്ലു, രോഗങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അതിന്റെ താഴെ ഒരു കമന്റ്, അതെന്നാ ശ്രീനാരായണ ഗുരുദേവൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ശരിക്കും കമന്റ് വന്നു. ഞാൻ ഓർത്ത് ഇത് ഞാൻ വേണ്ടിയില്ല. അതിന്റെ താഴെ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ ഒരു മറുപടി. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ കമന്റിന്റെ സുഹൃത്തെ, താങ്കൾ ഏത് SNDP ശാഖാ യോഗം, ഏത് കുടുംബ യോഗം, ഏത് യൂണിയൻ? അവന്റെ മറുപടി, അതിന് ഞാൻ SNDPക്കാരനെന്ന് പറഞ്ഞില്ലല്ലോ. ഇവന്റെ മറുപടി, വേറെ ആരും പറയത്തില്ലല്ലോ. ശരിയല്ല, ഈ കൊടുത്ത് വരുന്നവരെ പറയുള്ളൂ. ഞാൻ അന്വേഷിച്ചു, അവൻ കുമരകാരനാണ്, SNDPക്കാരൻ നമുക്ക് ഏൽപ്പിച്ചു. കാരണം അത് ഗുരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊന്നുമല്ല. ഗുരു എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അസുഖമുണ്ടാവുകയില്ല. മഹാഗുരു, പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, മുതിർന്നവരെ, ഭദ്രകാളി അട്ടകം ചൊല്ലണം. അത് ചുമ്മാ നിങ്ങൾ ചാരി കിടന്നുകൊണ്ടല്ല, പത്മാസനത്തിൽ ഇരുന്ന് നട്ടല് നേരെ വെച്ച് ലെൻസിലേക്ക് ഓക്സിജൻ കയറുന്ന രീതിയിൽ ഭദ്രകാളി അട്ടകം ചൊല്ലിയാൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും മാറും. അത് എങ്ങനെ മാറുന്നത്? ഭദ്രകാളി വൈകിട്ട് നിങ്ങളുടെ വീട്ടിൽ മെഡിക്കൽ കിറ്റ് വരും. ഒന്നുമില്ല, ഒരന്ധവിശ്വാസമില്ല. നിങ്ങളുടെ ബോഡി മാറ്റും. ഭദ്രകാളി അട്ടകത്തിന്റെ ഗുരുവിന്റെ കൃതികളുണ്ട്, വേറെ വേറെ ലെവലാണ്. നമ്മുടെ ദേഹത്ത് ചൂടുവെള്ളം വേണമല്ലോ, 7ാമത്തെ ലെയറിലുള്ള എന്ന് പറഞ്ഞ പോലെ താഴേക്ക് താഴേക്ക് ലെയർ വേറെയാണ്. നിങ്ങൾ ആകെ നോക്കുമ്പോൾ ഭദ്രകാളി ഭദ്രകാളി അമ്മ, അതിനകത്തേക്ക് നോക്കിയാൽ സംസ്കൃതത്തിലെ ചില പ്രധാന വൃത്തസമിതികളുണ്ട്. അതിനകത്തേക്ക് നോക്കിയാൽ അതൊരു തരം ചൊല്ലിയുള്ള ബ്രെയിൻ എക്സസൈസ് ആണ്. അതിനകത്തേക്ക് നോക്കിയാൽ ബ്രീത്തിങ് മെത്തഡോളജിയാ. ബ്രീത്തിങ് നിങ്ങളുടെ ഗുരു ഒരു പ്രത്യേക അനുപാതത്തിൽ ശ്വസിപ്പിക്കും. ഭദ്രകാളി അട്ടകം അതെങ്ങനെ ചൊല്ലുന്നത്? ശ്രീവശങ്കരവാണി വല്ലഭകിരല്ലോലംബ മാലോലസൻ മാലാലോല കലാപ കാളകവരെ ഭാരാവലി ബാസുരി കാരുണ്യാമൃത വാരി രാസനഗിരി പീയൂഷവർഷാവലി ബാലാംബാം ലളിതാള കാമനത്തിനോ ശ്രീഭദ്രകാളി. അങ്ങനല്ലേ? നമുക്കിത് പതുക്കെ ചൊല്ലാം. എന്നെ നോക്കിയിരിക്കണേ. ക്ഷമിച്ച് ഞാൻ പറയുന്നത് കേട്ടാണ്. ഓക്കെ, ഭദ്രകാളി ഘട്ടത്തിൽ ഗുരു കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ എന്നെ നോക്കിയിരിക്കണേ. ശ്രീവശങ്കര പാണി പല്ലവ കിരല്ലോലംബ സൻ മാലാലോലകലാപകാളകവരി ഭാരാവലി ബാസുരി കാരുണ്യാമൃത വാരിരാശനഗിരി യൂഷവർഷാവലി ബാലാംബ ലളിതാളക അനുദിനം ശ്രീ ഭദ്രകാളി ഭജൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നി? 1-2 തവണ ആവർത്തിച്ചാൽ മനസ്സിലാകും. ഒരു തവണയെങ്കിലും ഞാൻ ബ്രീത്ത് അകത്തേക്ക് എടുക്കും പറ്റുകയില്ല. ആ രീതിയിലാണ് ഗുരുവാക്കുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വം വലിക്കണം. അങ്ങനെ വലിച്ചെത്തിക്ക് പോകും. ഇപ്പൊ അടുത്തത് ഹേലാധാരിത ദാരിക സുരശിര ശ്രീവീരപാനാത്മക ശ്രേണി ശോണിത ശോണി മാതരപ്പി വീടീര സാസ്വാദിനി പാടീരാത് സുഗന്ധി ചൂചകതടി ചാടി ഇങ്ങനെ പോവാം. അതിന് പ്രത്യേകത, നിങ്ങൾ 1ാം ശ്ലോകം ചൊല്ലി കഴിയുമ്പോൾ നിങ്ങളുടെ ലെൻസിലെ 85% ഓക്സിജൻ ഔട്ട് ആവും. നിങ്ങളുടെ ലെൻസ് എംടി ആവും. എന്താണ്? ശൂന്യമാകും. നിങ്ങൾ അറിയാതെ ഫില്ലാവും. അപ്പൊ അടുത്ത് വരും ഹേലാധാരിത ദാരിക സുരശിര ശ്രീവീരപാനാത്മക ശ്രേണി ശോണിത ശോണി മാതരപ്പി വീടീര സാസ്വാദിനി പാടീരാത് സുഗന്ധി ചൂചകതടി ചാടി കുധീരസ്തനി കോടി വൃന്ദ സമാന ധാടി വിരുതി ശ്രീഭദ്രകാളിം ഭജേ. വീണ്ടും ഔട്ടായി, ലെൻസ് വീണ്ടും എംടി ആയി. വീണ്ടും പാലാർക്കായുധ കോടി ഭാസുര കിരീട ആമുക്ത ഉദ്ദാളക ശ്രേണി നിന്ദിത വാസിക അമരസരോജ. ഇങ്ങനെ പോവാം. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചൊല്ലിയാൽ
മൈ ഡിയർ സീനിയർ സിറ്റിസൺസ്, നിങ്ങളുടെ ലെൻസ് കൃത്യമായി അപ്ഗ്രേഡ് ചെയ്ത് ഓക്സിജൻ അകത്ത് കയറി പുറത്തിറങ്ങി അതൊരു തരം ഇങ്ങനെ പഞ്ചിങ് നടക്കും. അപ്പൊ എന്തുണ്ടാകും? നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ അപ്ഗ്രേഡ് ആകും. അതോടുകൂടി ബോഡി മെറ്റാബോളിസം വൈബുള്ളതാകും. ഈ വാദം, കൈകാൽ മനപ്പ്, ഒരു സൈഡ് ചെരിഞ്ഞു കിടന്നാൽ ആ സൈഡ് മരക്കുക, സൈക്കോസൊമാറ്റിക് ഡിസീസിന്റെ ഒരു 70% വരെ കാര്യമായ മാറ്റം ഉണ്ടാകും. വലിവുള്ളവർക്ക് കാര്യമായ മാറ്റം ഉണ്ടാകും. വിശ്വാസത്തോടു കൂടി ആ ഒരു മെത്തഡോളജിയിൽ ഭദ്രകാളി അഷ്ടകം ചൊല്ലിയാൽ. അതുകൊണ്ട് ആ ഗുരു പറഞ്ഞത് ചുമ്മാ ഗുരു പറയുകയല്ല, ചുമ്മാ പറയുകയല്ല. അത്ര പവറാണ്, അത്ര പവർ. നമ്മുടെ അമ്മമാർ ഭദ്രകാളി അഷ്ടകം ചൊല്ലത്തേ ഇല്ല. ഭദ്രകാളി അഷ്ടകം പറഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നോട് സെക്രട്ടറി പറഞ്ഞത് 7:30 നിർത്തിക്കൊള്ളാം. കൃത്യം 7:31 നിർത്തണമെങ്കിൽ ഇപ്പൊ തന്നെ, അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റോടെ എനിക്ക് തരാമെങ്കിൽ 1-2 കൃത്യങ്ങൾ പറഞ്ഞു തരാം. എന്ത് പറയുന്നു? ആകെ 3 ഇനി എന്റെ വീട്ടിലുള്ള 122 കിലോമീറ്റർ ഒറ്റ കുറച്ച് കൊണ്ടുപോകാനാണ് ഞാൻ. നാളെ രാവിലെ 10 മണിക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ യോഗം ജനറൽ സെക്രട്ടറി ഓഫീസിൽ പ്രസിഡന്റ് പറഞ്ഞ സൈബർ സേനയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ സത്യപ്രതിജ്ഞയാണ്. ഇനി ചെന്നിന്റെ അറിയിക്കുന്നില്ല, നാളെ ചെന്നിന്റെ കുറിച്ച് അതെന്തായാലും കാരണം ഞങ്ങൾ ആ 14 വരെയുള്ളൂ ചെയർമാൻ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവർ എങ്ങനെ ആയാലും ചെന്നിരിക്കണം. പിന്നെ പ്രസിഡന്റ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പ്രശ്നത്തിലാണ്. UK ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചിന് പക്ഷെ എന്റെ വിസ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്റെ പേരാണ് ബിപിൻ ഷാൻ. സെക്രട്ടറി മൈക്ക് കൊടുക്കണോ? ബിപിൻ ഷാൻ KS എന്നാണ് മുഴുവൻ. KS ഫുൾ ഫോം പറയട്ടെ. ബിപിൻ ഷാൻ കളപ്പുരൈ ഷാജഹാൻ. എല്ലാവർക്കും ഒരു സംശയം. അപ്പൊ എന്റെ വെല്ലിച്ചന്റെ പേര് രാഘവൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഐറ്റം ഇത് തന്നെയാണ് സംശയിക്കുന്നത്. ഓക്കെ. പക്ഷെ എന്റെ വെളിച്ചൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നത് കടുത്ത, ഞാൻ എന്റെ ഭാഷ പറയുന്നത് നൽകിയ ലിച്ചനി തിമിരം പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് 3 ആൺപിള്ളേര്, മൂന്നാമത്തെ മകൻ ഇസ്ലാമിക് നാമമുണ്ട്. അതിന് കാരണമാണ് 1942 കോട്ടയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചപ്പോൾ എന്റെ പുല്ലിപ്പൻ അതിനു വേണ്ടി വർക്ക് ചെയ്തു. പുല്ലിപ്പനെ പൊക്കി ജയിലിട്ടപ്പോ ഒരാളും കൂടി ലോക്കപ്പ്, ഒരാളും കൂടി. ആളുടെ പേരാണ് അബ്ദുൾ ഹമീദ്. എന്റെ ഭാഷ പറഞ്ഞാൽ ലോക്കപ്പ് മേറ്റ്, ക്ലാസ്മേറ്റ്, സ്കൂൾ മേറ്റ്, ലോക്കപ്പ് മേറ്റ്. അപ്പൊ ഈ അബ്ദുൾ ഹമീദ് എന്ന് പറഞ്ഞ ലോക്കപ്പ് മേറ്റ് ചങ്ക് ക്ലോസ് ആയി മാറി. ഈ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആര് പിടിക്കുന്നത്? എന്റെ അച്ഛൻ വിളിക്കുന്നത് അത്തിനാണ്. അപ്പോ ഈ ഒന്നിച്ച് ലോക്കപ്പിൽ കിടക്കുകയും പിന്നീട് കടുത്ത സുഹൃത്തുമായി മാറിയ മുസ്ലിങ്ങളോടുള്ള ആദര സൂചകമായി കമ്മ്യൂണിസം തലക്കി പിടിച്ച് ഭ്രാന്തായ എന്റെ വെല്ലിപ്പൻ മൂന്നാമത്തെ മകന് ഇസ്ലാമിക നാമം വിട്ടു KR ഷാജഹാൻ. SNDP ആരെങ്കിലും പണി കാണിക്കും, വേറെ ആരെങ്കിലും കാണിക്കും. എന്റെ അച്ഛന് കുറച്ചും കൂടി ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് ബിപിൻ ഷാജഹാൻ എനിക്കിട്ട് പണിതില്ല. അതുകൊണ്ട് പക്ഷെ അച്ഛനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ബിപിൻ ഷാൻ. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടി താരങ്ങൾ പറഞ്ഞു നോക്കും, ഒന്നുകൂടി മേടിക്കും എന്ന് ചോദിക്കുമെങ്കിലും UK പ്രവർത്തിക്കുന്ന എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് എംബസിയിൽ നിന്ന്. വീഡിയോകളായിരുന്നു ലൈവ് വെൽക്കം ഹിയർ ആകെപ്പോടെ സമയം. ഇപ്പൊ അവര് മെയിൽ വെച്ചിരിക്കുകയാണ്, യുവർ എൻട്രി ഫോർ 6 days to യുണൈറ്റഡ് കിങ്ഡം ഈസ് സസ്പീഷ്യസ് ആക്ടിവിറ്റി. ROC സംശയപ്രദമാണ്. സോ ഈ കഴിഞ്ഞ മാസം ഈ മൊറോക്കോയിൽ നിന്ന് കുറച്ച് പേര് സ്പെയിനാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഏഷ്യൻ മുസ്ലിങ്ങൾക്ക് ഞാനതാണ് ഷാജഹാൻ. SNDP സാഹിത്യം അറിയത്തില്ലല്ലോ, അത് ഹോൾഡ് ആക്കിയിരിക്കുകയാണ്. മഹാഗുരുവിന്റെ ഉണ്ടെങ്കിൽ അറിയത്തില്ല, അവർ ആ പടം കെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കൾക്ക് പേരിടുമ്പോൾ എന്റെ അപ്പൻ എനിക്കിട്ട് പറഞ്ഞത് പോലെ ചെയ്യും. നല്ല പേര് ടിങ്കു പിക്കു ടിക്കു ടിക്കു വെച്ച് കുഴപ്പത്തിലാക്കരുത്. നമ്മുടെ മക്കളൊക്കെ നാളെ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ പേര് നമ്മുടെ ഗുരുമാർ പിടിപ്പിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യണം. നല്ല ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞുണ്ടായാൽ എങ്ങനെ പേരിടണം. അല്പാക്ഷരമിഹ സുവ്യക്തേന അർത്ഥവത്ത് ഇമ്പമാതിരി. കേട്ടല്ലോ, ശ്രീനാരായണ ധർമ്മത്തിൽ ബാലോപചരണത്തിൽ ഗുരു പറയുന്നു, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ 4 പ്രമാണം നോക്കി പേരിടണം. അല്പാക്ഷരം, അക്ഷരം പറഞ്ഞാൽ മതി. അർത്ഥവത്ത്, അല്പാക്ഷരം, അർത്ഥവത്ത്, അല്പാക്ഷരം, സുവ്യക്തം, ക്ലാരിറ്റി വേണം.
അർത്ഥവത്തായിരിക്കണം. ഇമ്പമാതിരി ഇതുണ്ടായിരിക്കണം. അത് ചുമ്മാ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഒരു യൂണിറ്റ് ചെന്നപ്പോൾ എനിക്ക് സ്വാഗതം പറഞ്ഞ യൂണിറ്റ് സെക്രട്ടറി പേരാണ് കഞ്ചിത്ത്. അപ്പോ ഞാൻ അവിടെ ചോദിച്ചു, എന്നാ ഈ പേര് ഇങ്ങനെ? കാരണം ഇവരിത് പറയുമ്പോൾ ഉടലടിച്ചിരിക്കും. എന്റെ പൊന്നു ചോദിച്ചാൽ അവിടെ നിന്നെപ്പോലെ എന്റെ പേരിന്റെ രക്തസാക്ഷിയാണ് ഞാൻ. അത് ഞാൻ നിന്നെപ്പോഴും വലിയ പണി മേടിക്കുന്ന ആളാണ്. അത് ചേട്ടാ എന്റെ അച്ഛനൊക്കെ 4 ആമ്പിള്ളേർ. എന്റെ അച്ഛൻ എന്റെ ഇടയതാണ്. ശ്രീജിത്ത്, രഞ്ജിത്ത്, അഭിജിത്ത് തുടങ്ങി ജിത്തുകളൊക്കെ ചേട്ടന്മാരെ കൊണ്ടുപോയി. ഇത് കഴിഞ്ഞാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ ഈ ചിത്തിനോട് ചേർന്ന് നിൽക്കണം. ലോകത്തെങ്ങുമില്ലാത്തൊരു ചിത്ത് എന്റെ അപ്പ കണ്ടുപിടിച്ചു, കഞ്ചിത്ത്. അപ്പൊ ഞാൻ നിനക്ക് പെങ്ങളുണ്ടോ? അവിടെ പേരെന്താ? കഞ്ചിത. ഇതുപോലത്തെ തൊണ്ടയുടെ പണിയും ശ്രീനാരായണ പരമസത്തിൽ. അതുകൊണ്ടാണ് എഴുതി വെച്ചത് അല്പാക്ഷരവും സുഖ്യത്തും അർത്ഥവസ്ഥ ഇമ്പവാതിരി വേണം കുഞ്ഞിന്റെ പേര്. ഇത് ഓട്ടത്തിൽ മാത്രം നിങ്ങൾ ലേഡീസ്, സ്ത്രീ ജനങ്ങൾ കുറച്ച് ഇവിടെ കാണുന്നവരുണ്ട്. മൈ ഡിയർ ലേഡീസ്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രം ഏതാണ്? ആ ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചൊല്ലുന്നത്? ആലോചന പ്രാർത്ഥിക്കുന്നതല്ല, നിങ്ങൾ ചൊല്ലുന്ന എന്റെ ഭഗവാനെ അതല്ല, അതല്ലാതെ ചൊല്ലുന്ന എന്തായിരിക്കും? അതല്ലെങ്കിൽ ഒരു ശരാശരി ഈഴവ അമ്മ, ഞാൻ ജാതി പറയുകയല്ല, ഒരു ഫാക്ട് പറയുകയാണ്. ഒരു ശരാശരി ഈഴവ അമ്മ ഒരു ദേവീക്ഷേത്രത്തിൽ പോയാൽ എന്തായിരിക്കും ചൊല്ലുക? നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മുത്തച്ഛി നിങ്ങളുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നതും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു പ്രാർത്ഥനയുണ്ട്. എസ്എൻഡിപിക്കാർ അമ്മമാരുടെ റൊട്ടേഷൻ ഏതാണ്? ഞാൻ പറയട്ടെ, അമ്മേ നാരായണ ദേവി അല്ലേ അല്ലേ. ഇനി ഈ അമ്മ ഒരു എലൈറ്റ് അരിസ്റ്റോക്രാറ്റിക് അപ്ഗ്രേഡ് സമ്പന്ന ഈഴവ കുടുംബത്തിലെ ഒരു ക്ലാസിക്കൽ അമ്മയാണെങ്കിൽ ആ അമ്മ ചൊല്ലും, സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കേ ശരണ്യ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അല്ലേ? ഡോക്ടർ അമ്മയാണെങ്കിൽ അമ്മേ നാരായണ ദേവി. ഇതാണ് ഈഴവരുടെ ഇടയിലെ ഒരു പ്രാർത്ഥനയുടെ ബേസിക് ക്ലാസിഫിക്കേഷൻ ആണല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി ഏത് ദേവീക്ഷേത്രത്തിൽ പോയാലും അമ്മേ നാരായണ ദേവി ചൊല്ലണ്ട ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പേര് കൊല്ലണ്ട, അത് നിങ്ങൾ ചൊല്ലിക്കൂ. അതിന്റെ കൂടെ മഹാഗുരുവിടെ ഒരു ദേവീസ്തുതിയെ കൊള്ളണം. അപ്പൊ ഏത് വേണം? ഗുരു എഴുതി ദേവസ്വത്തിൽ എത്ര ഉണ്ട്? ഭദ്രകാളി ഉണ്ട്, മന്മന്ത്ര ദേവി സ്തവമുണ്ട്, ജനനി തറക്ക മഞ്ജരിയുണ്ട്, പിന്നെ ദേവീ സ്തവമുണ്ട്, ഭദ്രകാളി സ്തവമുണ്ട്, ലാസ്റ്റ് വൺ കാളി നാടകം. ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു വീക്ക്നെസ് പോലെ ഞാനൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കാളി നാടകം. ഭുജംഗ പ്രയാണം എന്ന അത്യപൂർവമായ ഒരു സംസ്കൃത വൃത്ത സംഹിതയിൽ ശ്രീ നാരായണ പരമസദ്ഗുരു ശ്രീ പാരമദേവമാണ് ഗുരു. ഇതൊക്കെ നമുക്ക് മാന്ത്രിക വഴികൾ ഗുരു തന്നിരിക്കുന്ന കൃതിയാണ് കാളി നാടകം. വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ. നമ്മുടെ അമ്മമാരും തുടക്കം നമ്മുടെ അമ്മമാരുടെ മാത്രമേ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയാൽ കാളി നാടകം കണ്ട് ദേവി തലവക്ക് നിങ്ങളെ നോക്കുമെന്ന ആരാ വന്നിരിക്കുന്നത്? എത്ര പോരാ. അതിന്റെ വൃത്തം തന്നെ ഭുജംഗപ്രയോഗമാണ്. അത് സംസ്കൃത പ്രകാരമാണ്. മനുഷ്യന്മാർക്ക് എഴുതാൻ പറ്റില്ല. ഇനി വൃത്തം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എന്റെ ഭാഷ പറയും, ഒരു കോട്ടയംകാരനെ പറഞ്ഞ സ്വാമിക്ക് ദൗര്യം. കാരണം വൃത്തത്തിൽ നിയമമുണ്ട്. 24, 23 അക്ഷരങ്ങളിൽ ലഘു ഗുരു ധരിക്കണം. സ്വാമിക്ക് തോന്നിയാലേ ധരിക്കുള്ളൂ. ഒറ്റ പോകാം. ഗുരു തോന്നുന്നത് വേറെ ലെവലാ, വേറെ ലെവൽ. കാളിനാടകത്തെ കുറിച്ച് ആൾക്കാർ പറയുന്നത് ഉരുൾപൊട്ടി ഒഴിയുന്ന. ഉരുൾപൊട്ടൽ എന്താണെന്ന് പിടിക്കാൻ പറഞ്ഞ വെറുതെ കാണാൻ തോന്നുന്നു കാണാം. പിന്നെ നമ്മൾ അറിയുന്നത് എന്തൊക്കെ പോയോ. അതാണ് ഉരുൾപൊട്ടൽ. ഒറ്റ വരവാ. ഉരുൾപൊട്ടി ഒഴുകി വരുമ്പോൾ അവന്റെ മുൻപിൽ ഹോസ്പിറ്റൽ ആയാലും പോലീസ് സ്റ്റേഷൻ ആയാലും ഒരേ പരിഗണന. പോലീസ് സ്റ്റേഷൻ മാറിയില്ലല്ലോ. പോളിച്ച് അതുപോലെയാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിലെ വൈരാഗ്യം, പക, വിദ്വേഷം ഇല്ലാതെയാക്കി കാളി നാടകം. ഗുരു പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അധിക അനുസരണം ഉണ്ടെങ്കിൽ അവിടെ കാളി നാടകം പിടിക്കണം. അമ്മയ്യമ്മ ബലങ്ങളും തമ്മിൽ ഇസ്രായേലും പാലസ്തീനുമാണ്. പറയുന്നത് 4000 കൊല്ലം കഴിഞ്ഞിട്ടും പരിഹരിക്കുന്ന പ്രശ്നമാണ് ഇസ്രായേലും പാലസ്തീനും. അങ്ങനെയാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ പ്രിയപ്പെട്ട അമ്മായിയമ്മമാരെയും മരുമക്കളുമാരെയും
നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കാര്യം പോയി. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം, ഞാനും നമ്മൾ ഗുരുവത്തിന്റെ അനീഷ്, അവനും ഞാനും ഈ സുഹൃത്തും കൂടെ മുംബൈ വന്നൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് മുംബൈ താജ് ഹോട്ടൽ കാണാൻ പോയി. താജ് ഹോട്ടലിന്റെ അകത്തൊരു ചായക്ക് 400 രൂപ. നമുക്ക് മുതലാകത്തില്ലല്ലോ. അപ്പൊ ടാജിന്റെ ഫ്രണ്ട് ഇരുന്ന് പണം എടുത്തിട്ട് അപ്പുറത്തെ ഡാബയിൽ പോയി ചായ കുടിക്കാം. അവിടെ 10 രൂപ ഉണ്ട്. അപ്പൊ ഞാൻ വലിയ ക്യാമറത്തിനകത്ത് അരെ ഭായ് 3 ചായ. ഞാൻ എന്താണോ വിളിക്കാറില്ല. ഉടനെ മറ്റോ പറഞ്ഞു എനിക്ക് ചായ വേണ്ട. ഞാൻ പറഞ്ഞു നീ എന്തിനാ കഴിക്കുന്നു? ചായ വേണ്ട. ഞാൻ 40 ദിവസം ചായ കുടിക്കുമായിരുന്നു. ഞാൻ 41 ദിവസം നോയമ്പെന്ന് കേട്ടിട്ടുണ്ട്. അവനാ കാര്യം പറഞ്ഞു, എന്റെ കുഞ്ഞു വീടിനെ കഴിഞ്ഞ ദിവസം ഇവര് ഇവിടുമ്പോൾ നമ്മൾ എത്ര വടക്കായിരുന്നു ഭാര്യ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വന്ന് വൈഫിനോട് ഇനി ഒറ്റയാൾ ചായ അമ്മ വേണമെങ്കിൽ എന്നാ പിന്നെ അമ്മയ്ക്ക് സമാധാനമായിട്ട് പിറ്റേന്ന് രാവിലെ അമ്മേ ചായ. അതുകൊണ്ട് എനിക്ക് 41 ദിവസത്തേക്ക് ചായ വേണ്ടത്. അതുകൊണ്ട് ഒരു ചായയുടെ പേരിൽ പോലും ഇതിൽ വളർത്തുകളെയും അത് ഒരു ഈഗോയിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഗുരു പറയുന്നത് അടികലശകളുള്ള വീട്ടിൽ കാളിനാട് കാളിനാട് അല്ലേ. നമുക്ക് ആ തമാശ പോലെ സീരീസ് എന്തുകൊണ്ടാണ് കാളിനാട് ഗുരു അങ്ങനെയെല്ലാം പറയുന്നത്? നമ്മുടെ മനസ്സിലെ പക വിദ്വേഷം ഇല്ലാതെയാകും. ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ്, മൈ ഡിയർ സ്റ്റുഡൻസ്, കാളിനാടകം ചൊല്ലുന്നത് ബ്രെയിൻ ജിം ആണ്. ബ്രെയിൻ ജിം ഞാൻ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ടിപ്പ് പറഞ്ഞത് പ്രസംഗിക്കാൻ ഓർക്കുന്നത്. ഒരു ബ്രെയിൻ ജിം പോലുള്ള കാളിനാടകം ശ്രദ്ധ കിട്ടും, ഏകാഗ്രത കിട്ടും, ഓർമ്മ കിട്ടും. ഇനി കാളി നാടകത്തെ ഉരുൾപൊട്ടി ഒഴുകെന്ന് വിളിക്കാൻ കാരണമുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് പഠിക്കും പറയുമായിരുന്നു കാളി നാടകം ചൊല്ലിയ ട്രെയിനിൽ കയറി പോകുന്ന. അപ്പൊ എന്താ ട്രെയിനിൽ കയറിയ പ്രത്യേകത? നമുക്ക് ബസ്സാണെങ്കിൽ ഒന്ന് പറഞ്ഞ് നിർത്തിക്കണം. ട്രെയിനിൽ കയറിയാലോ എന്നാ മേഡം നിർത്താതെ പോകും. നമ്മൾ ഒന്നുകൂടി ലോജിക്കായിട്ട് പറഞ്ഞാലോ, നമ്മൾ ട്രെയിനിൽ കയറി ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. KSRTC ആണെങ്കിലോ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. അതായത് കോട്ടയത്ത് നിന്നും ശിവഗിരിക്ക് പോകുന്ന ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:25 ഇപ്പോൾ എല്ലാ കാല സൗകര്യമായിരുന്നു. വണ്ടി ഗതിയില്ലാത്ത കാലത്ത് എനിക്ക് കാണാപ്പാടാം. കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂര്, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം, പരവൂർ, മക്കര കാണാപ്പാടാം. മനസ്സിലായല്ലോ? മാസത്തിൽ 2 പ്രാവശ്യം ഇപ്പോഴും ഇപ്പൊ 1 മണിക്കൂർ പോയിരിക്കും. അന്ന് ഗതിയില്ലല്ലോ. അച്ഛന്റെ പുറകിൽ ഒരാഴ്ച കടന്നാൽ നമ്മളെ പോകുന്നു. അപ്പൊ പിന്നെ പോകാം. അപ്പൊ അന്ന് ഈ ട്രെയിനിൽ പോകുമ്പോൾ ഞങ്ങൾ കാളിനാടകം ചൊല്ലി പഠിക്കുമായിരുന്നു. അതിനകത്ത് രസകരമായ കാര്യമാണ്. നമുക്ക് നോക്കാം. ട്രെയിൻ നിർത്തിക്കണമെങ്കിൽ 2 കാര്യം. ഒന്നെങ്കിൽ നമ്മൾ എടുത്ത് ചാടണം പുറത്തോട്ട്. പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട, സഞ്ചാരത്തിന്റെ കാര്യം എന്തൊക്കെയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയിൻ വലിക്കണം. ചെയിൻ വലിച്ചാൽ പ്രശ്നമാണ്. ചെയിൻ വലിക്കെന്ന് പറഞ്ഞാൽ ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ ലോക്കും ഒരു എയർ കൂളിംഗും ഉണ്ട്. ബ്രേക്ക് ആയിട്ട് ഇത് കഴിക്കും. അങ്ങ് അറ്റം വണ്ടി ലോക്കായി. പിന്നീട് ട്രെയിനിന്റെ എഞ്ചിൻ വന്നിട്ട് അത് റീസെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ ഫൈൻ വലിച്ചാണ്. കാരണം ജെനുവിൻ റീസൺ അല്ല. ജെനുവിൻ റീസൺ അത് നമ്മൾ റെയിൽവേ ബോധ്യപ്പെടുത്തണം. ഇന്ന കാരണം കൊണ്ടാണ്. പിന്നെ കേസ് വേറെ. കേസ് എന്ന് പറഞ്ഞാൽ സിവിൽ കോടതിയല്ല, റെയിൽവേ കോടതിയാണ്. റെയിൽവേ കോടതി ഈ മാസം കൊല്ലത്താണെങ്കിൽ അടുത്ത മാസം കോഴിക്കോടായിരിക്കും, അതിനടുത്ത മാസം ബാംഗ്ലൂരായിരിക്കും. കെട്ടിപ്പുറത്തി പുറകെ പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതായാലും കയറും. ഇനി അടുത്ത സ്റ്റേഷൻ വരെ പോയേക്കാം. അങ്ങനെയാണ് കാളി നാടകം. ഉദാഹരണത്തിന് കോട്ടയത്ത് വണ്ടി വന്നു, നമ്മൾ കയറുക. ഇത് പ്ലാറ്റ്ഫോം ആണ്. പ്ലാറ്റ്ഫോം പതുക്കിയ പോകുമ്പോൾ നമുക്ക് ഇറങ്ങാനും കയറാനും പിന്നെ 4 ഇടാനും നമുക്ക് തന്നെ വീഴും. അപ്പോ വണ്ടി വന്ന് നിന്നു. നമോ നാഥ ബിന്ദുവാത്മികേ നാശഹീനേ നമോ നാരദാദിത്യവാതാരവിന്ദേ നമോ മറയ്ക്കും മണിപ്പൂങ്കുളക്കേ നമോ നാൻമുഖാദി പ്രിയമ്പ നമസ്തേ. ട്രെയിൻ ഇങ്ങനെ ഓടി 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 ലാസ്റ്റ് ബോഗിയും ഗാർഡ് റൂമും പ്ലാറ്റ്ഫോം കഴിഞ്ഞു. ഇനി വണ്ടി പ്ലാറ്റ്ഫോം ഇറങ്ങി, ഇഞ്ചിന്റെ സ്പീഡ് കൂടി, വണ്ടി മൂവ് ചെയ്തു. ഗുരുദേവൻ ട്രെയിനിന്റെ സ്പീഡ് കൂട്ടി. സമസ്ത പ്രപഞ്ചം ശുചിച്ചും ഫലിച്ചും ഉദാസം രചിച്ചും രസിച്ചും രമിച്ചും കളിച്ചും കുളച്ചും മഹാഘോരഘോരം വിളിച്ചും അമാനന്ദദേശം വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലോളമുള്ളായിരുന്നും പിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരം ചൊരിഞ്ഞും പദം പോചകത്തിലെത്തും വരുന്നോര് തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിട്ടുമാറാതിരാതം ബീജം കുറഞ്ഞു കുറഞ്ഞൊരു നേരം നിലയ്ക്കുന്ന ഭക്തർക്കരിഞ്ഞ മറ്റുള്ള കൈവല്യ രൂപം. ചങ്ങനാശ്ശേരി ട്രെയിൻ നിർത്തി. താല്പര്യമുള്ളവർ ചങ്ങനാശ്ശേരി ഇറങ്ങി വല്ല ഓട്ടോയും വീട്ടിൽ പോകാം. ഇല്ലെങ്കിൽ വണ്ടി ഇട്ടിട്ട് പോകും. അടുത്തൊരു ചെറിയ സ്റ്റോപ്പാണ് തിരുവല്ല. 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ പെട്ടെന്ന് കണ്ടു നിൽക്കും. നിറഞ്ഞെങ്ങനെ വിഷയമെല്ലാം ഒരുപോലെ ചുറ്റുമില്ലാത്ത വാണം തിരുന്നാൾ കഴിക്കാറുമില്ല ഒരു മാസം കുറഞ്ഞെന്നറിഞ്ഞോ ഘോരരൂപം.
മറിഞ്ഞിടും ആവശ്യമെല്ലാം ഇതെന്നോർത്ത് അറിഞ്ഞിടുവാൻ ശക്തരാകുന്നു ലോകേ. മഹാദിവ്യദേവി ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം. തിരുവല്ല. പക്ഷേ നിങ്ങൾ തിരുവല്ലയിൽ ഇറങ്ങി പോയില്ലെങ്കിൽ ഇനി ഒരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കായംകുളം, ശാസ്ത്രംകോട്ട ഓരോ സ്റ്റോപ്പും ഇല്ല. വണ്ടിയുടെ സ്റ്റോപ്പ് തീർന്നു. ഇനി ഈ വണ്ടി വർക്കലയിലേ നിർത്തുകൊള്ളൂ. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുമല്ല. അതുകൊണ്ടാണ് അടുത്ത സ്ലോട്ടിനെ പഠിതാക്കൾ ഉരുൾപൊട്ടിയൊഴുകൽ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ വേരിയേഷൻ താഴും. നിങ്ങളുടെ ആദ്യമൊക്കെ ചൊല്ലുമ്പോണ്ടല്ലോ കണ്ണ് ചുവക്കും, ശ്വാസം കിട്ടാത്ത ലെൻസ് ഇങ്ങനെ വിങ്ങും. ചൊല്ലി നോക്ക്, ചൊല്ലി നോക്ക്. നിങ്ങളുടെ ശരീരം ഹോമകുണ്ടം പോലെ ജ്വലിക്കും. ഈശ്വരന്റെ വരികളാ. കഴിഞ്ഞ 3000 കൊല്ലത്തിനിടയ്ക്ക് ഇതുപോലത്തെ ഒരു ദേവീസ്ഥിതി ഉണ്ടായിട്ടില്ല. ഇത് സ്തുതിയല്ല, മന്ത്രം. മന്ത്രം ഈശ്വരന്റെ മുഖത്ത് നിന്ന് പനനായ ഇതി എന്നാണ് മന്ത്രത്തിന്റെ വിധി. ഇതിയമ്മ അങ്ങോട്ട് പോയപ്പോൾ വന്നൊരു ഗുരുവേ, ഇങ്ങോട്ട് പോയപ്പോൾ ചാടിയ ഗുരുവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ അല്ല. ഇത് മന്ത്രമാ. അടുത്ത സ്ലോട്ട് നിങ്ങൾ ആദ്യം ചൊല്ലുമ്പോണ്ടല്ലോ, നിങ്ങൾ ആർക്ക് വേണമെന്ന് ചൊല്ലാം. ചൊല്ലി നോക്ക്. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് അറിയാം കോൺസെൻട്രേഷൻ ഉണ്ടായിട്ട് അസ്വസ്ഥമാകും. ഇത്ര പവറാ. അടിക്കുള്ളതുകൊണ്ട് ഇപ്പറിച്ചമ്പരം അടക്കം കൊടുക്കുന്ന മന്ദാകി നിൽക്കും അടക്കം കൊടുപ്പാൻ ഇടപ്പെട്ടിരിക്കും കിടക്കമ്പിൽ ഇത്തിലും എല്ലുമ്പിലോല ചടപ്പങ്ക മന്ദാരമാണിക്കമാലാവിലയ്ക്കപ്പുറത്തുള്ള രക്തം പതിച്ചുറ്റരിച്ചുത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്ന് തേറി നിറപ്പെട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമറഞ്ഞാൾ അരക്കന്നകം ചാർത്തും ഭീമനാളും മഹാദേവനും ബ്രഹ്മനും മുൻപരായുള്ളഹോ മായിൽപ്പെട്ടിരിക്കും ഇത്ര മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം. സ്റ്റോപ്പല്ല, സ്റ്റോപ്പല്ല. നിങ്ങൾക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടി സ്വാമി ഒന്ന് സ്ലോഡൗണ അറിയാതെ ബ്രീത്ത് എടുക്കും. പിന്നെ പോവാ അനങ്കന്റെ പൂവിൽ നങ്ങൾപ്പെടുത്തും കുനിച്ചില് വല്ലിക്കു വിത്തല് തെല്ലങ്ങൾ അങ്കിന്റെ മന്ത്രത്തിലേറ്റാൽ ഒഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നത് എന്ന പദത്തെ ഭരിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തെ കൊടുപ്പാൻ പോവാ. ഇനി ഗുരു നിർത്തുന്നത് 48ാമത്തെ വരിയിലാണ്. ഇങ്ങനെ വാക്കുകൾ കോർത്ത് മലയാള ഭാഷയുടെ പദങ്ങളെ പെറുക്കിയെടുത്ത് ഗുരു കാണിക്കുന്ന ഇന്ദ്രജാലമാണ്. ഇന്ദ്രജാലം. ഗുരുവിന്റെ ഭാഷ പറഞ്ഞാൽ കാരണം ഒഴിന്ദ്രിയ കർത്തൃകർമ്മമെല്ലാം വരുവത് കാണുക മഹേന്ദ്രജാലമെല്ലാം. പ്രിയപ്പെട്ടവരെ ഇതങ്ങോടെ ചൊല്ലിയാലുണ്ടല്ലോ 10,000 പേര്, ആറ്റുകാൽപ്പം കാലത്ത് വരുന്ന 1.5 ലക്ഷം പേര്, ചക്കുളത്തുകാവ് 25,000 പേര്, ചോറ്റാനിക്കര 50,000 പേര്. അമ്മേ നാരായണ ദേവി നാരായണ ചൊല്ലുമ്പോ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ തിക്കിത്തിരക്കാതെ ഉണ്ടാകാതെ വടക്കുണ്ടാക്കാതെ ആനക്കൊട്ടിലോ വെലുക്കൽപ്പുരയിലോ നമസ്കാര മണ്ഡപത്തിലോ നിങ്ങളുടെ ചുരിദാറായിട്ടിരിക്കുന്നെങ്കിൽ പത്മാസനത്തിരിക്ക്. വേണ്ട സാരിയാണെങ്കിൽ കാല് നീട്ടിയിട്ട് നട്ടല് നേരെ വെച്ച് ബുക്ക് തുറക്ക്, മനസ്സർപ്പിച്ച് കാളി നാടകം ചൊല്ല്. ഈ 50,000 പേരെയും മറികടന്ന് ദേവി നോക്കും. ആരാളിയോളം നോക്കിയിരിക്കും. ദേവിയെ കാന്തം പോലെ വരിക്കും. ഈശ്വരന്റെ വരികളാണ് കാളി നാടകം. ഇത് നമ്മുടെ അമ്മമാർക്ക് വേണ്ട. സ്വന്തം വീട്ടിൽ 5 കോടി വിലയുള്ള ബെൻസിന്റെ എം ക്ലാസ് SUV കിടന്നിട്ട് അതേ കേറാതെ അപ്പുറത്ത് ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പോകും. ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പോ സാധിക്കുന്നവരൊക്കെ കാളി നാടകം സാധിക്കും. പവറാണ് പവർ. കൃതികളുടെ കാര്യം അത് ഓർത്ത് ഞാൻ ഓരോന്ന് പറയാൻ നിർത്തുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ കുറെ വിദ്യാർത്ഥികൾ കാണും. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഞാൻ പറയുന്നത് സാധിച്ചാൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മൈ ഡിയർ പേരൻസ്, ഞാൻ ഈ പറയുന്നത് കുട്ടികൾക്ക് വീട്ടിൽ പറഞ്ഞു. മഹാഗുരു സരസ്വതിയെ ഉപാസിക്കാൻ ഒരു കൃതി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സരസ്വതിയെ ഉപാസിക്കാൻ ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇതിൽ തട്ടിപ്പോ തരികിടയോ എന്താണ് മാർക്കറ്റിംഗ് ഒന്നുമില്ല. സരസ്വതിയെ ഉപാസിക്കുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതാൻ സരസ്വതി കോടി കത്തുന്നില്ല. നമ്മൾ പഠിക്കണം, നമ്മൾ എഴുതണം. നമ്മൾ SNDP-ക്കാർ കൊട്ടേഷൻ പഠിച്ചിരിക്കുന്ന 2 പണികളാണ്. എക്സാമിന്റെ തലേ ദിവസം വിദ്യാഗോപാല മന്ത്രാർച്ചന, കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, സർവജ്ഞത്വം പ്രസിദ്ധമേ, രമാരമണ വിശ്വേശ വിദ്യാമാശുപ്രയച്ചമേ. ശിവഗിരി മഠത്തിന്റെ തന്ത്രസ്വാമിയുടെ കൂടെ 13 ക്ഷേത്ര പ്രതിഷ്ഠ പങ്കെടുത്തിട്ടുള്ളതാണ്. 13 ക്ഷേത്ര പ്രതിഷ്ഠകളും നമുക്കൊരു 500-600 പൂജയൊക്കെ വന്നാൽ ഇതെല്ലാം കൂടെ എത്ര ചെയ്ത് തീരാനാ. അതുകൊണ്ട് മഹാക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് ഗുരുവായൂർ പോയി നിങ്ങൾ പുഷ്പാഞ്ജലി കഴിക്കുമോ? 5000 പുഷ്പാഞ്ജലിയാ എപ്പോ നടത്താനാ? കുറെയൊക്കെ പറ്റും. ഞങ്ങൾ അമ്മാനിച്ചെല്ലാം ഇതിലൊക്കെ പങ്കെടുക്കുന്നതോട് നമുക്ക് എണ്ണ തീർത്തില്ല.
നമ്മളൊക്കെ ഇപ്പം നെയ്യാറ്റിന്റെ ശിവാനന്ദാശ്രമത്തിൽ ഞാൻ പ്രവർത്തിക്കണം സർപ്പബലി ഇത്തരം പറഞ്ഞ പേപ്പറാണ്. ഇത് എപ്പോ ചൊല്ലിത്തിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നോക്കൂ, നമ്മളിത് കാണിക്കുന്ന നിങ്ങൾ സ്വന്തം ശാഖയാണ് ആകെ 17 വൃത്തിയായിട്ട് ചെയ്യും. നമുക്കത് വേണ്ട. നമ്മൾ പരിപാടി കൊടുത്തു അവിടെ 1000 സ്വന്തം ശാഖയാണ്. ഇനി അത് പോട്ടെ, ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നമ്മൾ പെൺകുട്ടികൾ പേന പൂജിക്കണം. ഈ 2 കാര്യങ്ങളാണ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എക്സാം ആകുന്നതിന് കുറെ നാളുകൾ മുമ്പ് സാധിച്ചാൽ ഡെയിലി ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്, നല്ല വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കാൻ. അതിന്റെ പേരാണ് ദേവി പ്രണാമ ദേവീഷ്ടം. അതൊരു തരം ബ്രെയിൻ ജിമ്മാണ്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പ്രാക്ടീസ് ആണ്. ഗുരുവിന്റെ സയൻസ്. ഇനി ഗുരു ഒരു കൃതിയിൽ പറയുന്നുണ്ട്, ആത്മശകലത്തിൽ മണലളവറ്റി ചൊലിഞ്ഞ വാവിയിന്മേൽ അണി അണിയായി അല വീശുന്ന വണ്ണം. അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സെന്ന്. മണൽ എന്ന് പറഞ്ഞ ചെളി, മണൽ ഒരു വാവി ഒരു കുളത്തിൽ കൊണ്ടുപോയി പിന്നെ ഇട്ടാൽ ആ കുളം കലങ്ങിപ്പോകും അല്ലെ? അതുപോലെയാ വിദ്യാർത്ഥിയുടെ മനസ്സ്. ഈ കലങ്ങിയ വെള്ളത്തിൽ താഴെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കിണർ 2 ദിവസം ഉപയോഗിക്കാതെ അനക്കാതിരുവാണെങ്കിൽ ഈ മണ്ണ് താഴെ അടിയും, ശരിയല്ലേ? വെള്ളം തെളിയും, ശരിയല്ലേ? എന്ന് പറഞ്ഞതുപോലെ വിദ്യാർത്ഥിയുടെ മനസ്സ് ഒരു കിണറിലെ വെള്ളം തെളിയുന്നത് പോലെ തെളിയണം. അതിനെന്ത് ചെയ്യണം? മനസ്സിനെ അലയടങ്ങി ആഴി പോലെ സ്വച്ഛന്തമാക്കി വെക്കണം. അതിന് സഹായിക്കുന്ന കൃതിയാണ് ദേവി പ്രണാമ ദേവീഷ്ടകം. പ്രിയപ്പെട്ടവരെ ചൊല്ലൂ. അത് ആരും മലയാള ഭാഷയുടെ പദങ്ങൾ കൂടി ഗുരു കാണിക്കുന്ന ഇന്ദ്രജാലമാണ്. എന്നോട് വഴി പറഞ്ഞത് ഗുരുദേവൻ നമ്മളെ പറ്റിക്കുവാണല്ലോ ചോദിക്കേണ്ടതാണ്. ശരിയോ? ശരിയോ? എങ്ങനെ ആരംഭിക്കുന്നറിയോ? ശ്രീ ശിവേദി പരിപാലയേതി പരിപാലയേതി ജപമാലയാം. ശ്രീ ശിവേദി പരിപാലയേതി പരിപാലയേതി ജപമാലയാം. ആഹാ, എത്ര മനോഹരം ലളിതമായ ആലാപനം. പണി പുറകെ വരുന്നുള്ളൂ. നമ്മൾ വാദിക്കുകളെ കോളിംബിൽ അടിച്ചു. അതേക്കുറിച്ച് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ, ഐ റിപ്പീറ്റ്, ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിന്റെ ആചാര്യനായിരുന്ന പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ദേവപ്രണാമ ദേവീഷ്ടം ചൊല്ലിയാണ്. ആദ്യം ഡോറ, ശ്രീ ശിവേദി പരിപാലയേതി രസവം, വാതില, ഗുരു വാതിൽ തുറന്നു. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തെന്നിക്കിടക്കുന്ന പായലുള്ള സ്റ്റെപ്പാണ്. നിങ്ങളൊരു വീട് ചെല്ലുക, കുറെ സ്റ്റെപ്പ് ഉണ്ട്. 1ാമത്തെ സ്റ്റെപ്പ് പായല. നിങ്ങൾ കയറുമ്പോഴേ തെന്നി വീഴാൻ പോകും. അപ്പൊ എന്തുണ്ടാവും? നിങ്ങളുടെ ബ്രെയിൻ അലർട്ട് അല്ലെ? ഡേഞ്ചർ. പിന്നെ ഓരോ സ്റ്റെപ്പും ആണല്ലോ. അങ്ങനെയാണ് അതിന്റെ ഒന്നാമത്തെ ശ്ലോകം. മൈ ഡിയർ സ്റ്റുഡന്റ് ചൊല്ലു. സരസ്വതി. ഗുരു വിളിച്ചു. ഈ സരസ്വതിയൊക്കെ ഉള്ളതാണ്. സാധു സാധിക സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാപശാലശേഖര ശിവ ശിവ ശിവമുദീയത. മിക്കവാറും വളരെ ബുക്ക് മടക്കി എസ്കേപ്പ് ആയിട്ടാണ്. 1ാം ശ്ലോകം ധൈര്യമുള്ളവർ. 2ാം ശ്ലോകം ചൊല്ലും. 2ാം ശ്ലോകം അതേക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് കാലം മുള്ളുകൊണ്ടാണ്. എന്ത് പറ്റും? എല്ലാം ബ്രെയിനെ ക്രാഷ് ആക്കണം. ആ കൃതി മുഴുവൻ ബ്രെയിന്റെ അറ്റൻറ്റീവ്നെസ് ആണ് കാണിച്ചിരിക്കുന്നത്. നല്ല ഓർമ്മ കിട്ടും. കാലം പെട്ടെന്ന് മുള്ളുകൊണ്ടാൽ അയ്യോ നോക്കുന്നില്ലേ? നിങ്ങൾ അയ്യോ എന്ന് വിളിക്കുകയും നോക്കുകയും കാലം അടക്കുകയും ഒരുപോലെ ഇരിക്കും അല്ലെ? അത് റിപ്രസീവ് ആക്ഷനാണ്. എന്ന് പറഞ്ഞതുപോലെ ബ്രെയിൻ ആക്റ്റീവ് ആകും. നീല നീരത നിഹാ നിശാകര നികാശ നിർമ്മല ജാനന ലോലലോചനലാമശോഭിതലലാടലാജിതലലാവക ചാരുദാസകുല ചാരദാതൻ ചാരി ശാശ്വതമാവ കാലകാലകമനീയകാമുകകലാകലാവകലിതാവത. ബാക്കി കുട്ടികളോട് എനിക്കോട് ബുക്കൊക്കെ വളർത്തും, കുറെ പേരോട് പിന്മാറും. ഇനി 3ാമത്തെ ശ്ലോകം, അതാണ് ഇമ്പോർട്ടന്റ്. അതേക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ശാന്തമായ പുൽമേട്ടിലൂടെ നടന്നു വരുക. ശാന്തമായ പുൽമേട്, നല്ല പുൽത്തരുവികളാണ്. പെട്ടെന്ന് നിങ്ങളെ കണ്ണിപ്പെടാതെ ചുട്ടുപടുത്ത് കുറച്ച് കനൽ അവിടെ കിടപ്പുണ്ടാകും. നിങ്ങൾ കല്ലെ ചവിട്ടി എന്ത് പറ്റും? അയ്യോ എന്ന് ചാടത്തില്ല. അയ്യോ ചാടും. ബ്രെയിൻ അത്രയ്ക്കും ആക്റ്റഡ് ആവും. പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കും. അതുപോലെ നിങ്ങളുടെ ബ്രെയിനെ കീനെ വലിക്കുന്നതാണ് 3ാം ശ്ലോകം. കുമ്പി കുംഭകുല കുംഭ കുംകുമ പിശുംപിശം പിശോ സംഭവ ജംബിരംബരിപിരംബളസ്തനുശേവിമാണ ചരണാംബുജ ബിംബ കുംഭി മുഖബാഹു ലേഖനസ ജംഗക വിദുരഭംഗക ദർവികാസുരന്റെ കുംഭ ശുംഭമതിനി മനോദ ശിവമംബിക. നിങ്ങളാരും അനങ്ങിയില്ല. നിങ്ങളാരൊന്ന് ചലിച്ചു പോലും വരും. എന്റെ സൗന്ദര്യം കിട്ടുന്നത് ആ കൃതിയുടെ കരിസ്മാറ്റിക് പവർ. ഗുരുവിന്റെ ഭാഷ പറഞ്ഞാൽ തരംഗാവലി അതുപോലെ അമർന്നിട്ടാണ് നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു കരിസ്മാറ്റിക് പവർ അമരുകയാണ്.
മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഈ കൃതി ഒരു തവണ ചൊല്ലാൻ 3.5 മിനിറ്റ്. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് രാവിലെയും വൈകുന്നേരവും ഈശ്വരനായ മഹാഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് ദേവി പ്രണാമ ദേവിക്ക് ചൊല്ലുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാളി നാടകം, ഒപ്പം ബാഹുലയാക്കുക. ഇത് 3 ചൊല്ലുക. നിങ്ങളുടെ സ്റ്റുഡൻസ് കരിയർ വേറെ ലെവലായിരിക്കും, വേറെ ലെവൽ. പിന്നെ ഗുരുവിന്റെ കാര്യമാണ്, ഒരു വർഷം 2 വർഷം ഒരു തപസ് പോലെ പിന്നാലെ പോകണം. പതുക്കെ പതുക്കെ ഒരു കപ്പൽ തിരിയുന്ന പോലെ ഗുരുവിന്റെ കാര്യം. ഒരു ബൈക്ക് പോലെ ഇങ്ങനെ വളയത്തില്ല, അത് പതുക്കെ തിരിയും. ജീവിതമാകെ മാറി. നിർത്തിയോ? സ്റ്റോപ്പ് ചെയ്ത 2-3 പ്രാവശ്യം എന്നെ വിളിച്ചു, ഒന്നും വരാൻ പറ്റിയില്ല. അപ്പൊ ഇന്നാണ് സെറ്റായിട്ട് വന്നതും. ഇന്നാണെങ്കിൽ ആകെ കുഴപ്പമൊന്നും ദിവസവും തന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ വന്നപ്പോൾ സെക്രട്ടറി നമുക്ക് ദോശ ഉച്ചയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിച്ച് ഓടി വന്നിട്ടുണ്ട്. കുട്ടിക്കാരെ എത്തിയപ്പോൾ ചായ കുടിച്ചു. പാമ്പനാർ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് പേരുകളാണ്. പിന്നെ ചായ കുടിച്ചു. അത് മാത്രമേ ആർക്കും പിന്നെ നേരെ കുട്ടിക്ക് വന്നു. നല്ല തലവേദന, ക്ഷീണം, തയണം. നല്ല തണുത്ത വെള്ളത്തിൽ മൊത്തം കൂടി ഒന്ന് കൂടുതൽ വെള്ളം തന്നെ പുറത്തേക്ക് തണുത്ത കാറ്റ് എപ്പോഴും ഇടുക്കി ഒരു സന്തോഷവും സുഖവുമുള്ള ഒരു ഓർമ്മയാണ്. ഞാൻ എന്റെ സ്റ്റാർട്ടിങ് വൺസ് അഗെയിൻ ഇടുക്കിയതാണ്. വൺസ് അഗെയിൻ നിറയെ ജനിച്ച വീണത് 35 ഡിഗ്രി ചൂടിനകത്താണ്. എനിക്കിത് വളരെ ഒരു സ്പെഷ്യൽ അനുഭവം ഉണ്ടായി. ഞാൻ ഈ കൊമ്പളി കഴിഞ്ഞിട്ട് എന്നോട് ലെഫ്റ്റ് തിരിഞ്ഞ് കയറി യാത്ര വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ. നിങ്ങളുടെ ശാഖയിലെ സ്ഥിരതാമസമായ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന രാജേഷ് ഏട്ടൻ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ്, സ്വന്തം ചേട്ടനാണ്. ഞാൻ രാജേഷേട്ടനെ കണ്ടിട്ട് കുറച്ച് നാളുകളുണ്ട്. രാജേഷേട്ടന്റെ അമ്മ അടുത്ത സമയത്ത് ഞാനൊരു സ്പീച്ചിന്റെ ബഹളം വരാൻ പറ്റിയില്ല. അച്ഛൻ മരിച്ചപ്പോൾ ആള് വെളിയിട്ടതൊക്കെ ദൂരെ കണ്ടതേ ഉള്ളൂ. എല്ലാവരും രണ്ടും പുറകെയാണ്. സ്പീച്ചിന്റെ തിരക്കാറൊന്നും പറ്റിയില്ല. പക്ഷെ കുമളിയിൽ എവിടെയുള്ള രാജേഷേട്ടൻ പറഞ്ഞ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആണല്ലേ? അത് ശരി. അണക്കര ശാഖയിലാണ് മനസ്സിലായത്. അപ്പോ എന്റെ ചേട്ടനുള്ള ശാഖ കൂടി നിങ്ങളുടെ ശാഖയിലും അതുപോലെ സന്തോഷം. അപ്പോ പ്രഭാഷകൻ ആലോചിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ യൂത്തിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഓരോ കാര്യത്തിന് പിരിക്കാൻ വേണ്ടി നോട്ടീസ് ഒക്കെ ആയിട്ട് വീട്ടിൽ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. സ്പീക്കറാണ് ഒരു സ്പീക്കറായി അപ്പുറത്തേക്ക് പോയത് ഒരു ചേട്ടനുണ്ട്, അദ്ദേഹം യുഎഇയിലാണ്. അപ്പോ അതൊരിക്കലും സന്തോഷം കൂടിയായി. നമ്മുടെ ബന്ധുക്കളുള്ള ചേട്ടനുള്ള സാഹചര്യം പറ്റിയത് ഭാരതാമത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമും ദുരിതങ്ങളും മറ്റുമൊക്കെ. അപ്പൊ ഈ അണക്കര ശാഖ കൂടെ കണ്ടിട്ടുണ്ടെങ്കിലും വന്നത് അതുകൊണ്ടാണ്. 1 മാസം മുമ്പ് ചക്കവള്ളത്ത് സാറിന്റെ ആശ്രമത്തിൽ വന്നായിരുന്നു. സാറിന്റെ കുവൈറ്റിൽ ഒരു പ്രോഗ്രാം ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അന്നേരം ഈ പ്രോഗ്രാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെയാണ് വിളിച്ചെന്ന് തോന്നുന്നു. അപ്പോ അണക്കര ശാഖയിലെത്തി ഇങ്ങനെ ഒരു മണിക്കൂറുകളിൽ സംസാരിക്കാൻ പറ്റി. നിറഞ്ഞ ഒരു വേദി. ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടില്ല. ഒരാൾ പോലും പറയുന്നത് കണ്ടില്ല. എന്റെ കൂടെ എല്ലാവരും ഈ നിമിഷം വരെ യാത്ര ചെയ്തു. മഹാദേവ സമർപ്പിത ചേതസായി സന്തോഷം. നല്ലൊരു ബിസിയാണ്. നാളെ രാവിലെ 10 മണിക്ക് കച്ചവടം. അത് 5 മണി ട്രെയിനിങ് കൂടി ഉണ്ട്. സൈബർ ആക്ടിവിറ്റി അത് 18-ാം തീയതി. മൊത്തം നാളത്തേക്ക് ഉച്ചയ്ക്ക് 3:15 കേരള എക്സ്പ്രസിന് പാലക്കാട് പോകണം. ഒറ്റപ്പാലം ഇവിടുത്തെ പരിപാടി. പിറ്റേ ദിവസം കേരളം തിരിച്ച് ഇങ്ങോട്ട് വരണം. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ 20-ാം തീയതി ചെറുകോൽ, അതായത് മാവേലിക്കരയ്ക്ക് ധർമാനന്ദ ഗുരുകുലത്തിന്റെ വാർഷിക പ്രോഗ്രാം. ഗുരുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഒരു അനുഭൂതി, സന്യാസിയായിട്ടില്ല, ഒരു സിദ്ധി കിട്ടിയിട്ട് മാവേലിക്കരയിൽ നടന്ന് നിങ്ങളുടെ ഇടുക്കിയിൽ കുത്തിക്കാലത്ത് ഒരു വനത്തിൽ തപസ് ചെയ്ത് അവിടുന്ന് വീണ്ടും നടന്ന് കുറവൻ കുറുത്തി മലയിൽ ഇടുക്കി ഡാം വരുന്നതിന് മുമ്പ് കുറവൻ കുറുത്തി മലയിൽ തപസ് ചെയ്തിട്ട് അവിടെ ഒരു ഭീകര സത്യത്തെ കാണുകയും മോക്ഷപ്രാപ്തി ഉള്ള ചെയ്ത ആളാണ് ധർമാനന്ദ ഗുരു. മഹാസിദ്ധനാണ്, മഹാസിദ്ധൻ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ പ്രോഗ്രാം സന്തോഷമാണ് തോന്നി. അത് 20-ാം തീയതി. അവിടുന്ന് തിരിച്ചു വന്നാൽ പിറ്റേ 21-ാം തീയതിയിലെ ജനശതാബ്ദിക്ക് മലപ്പുറത്തിലാണ് തിരൂരിലുള്ള പരിപാടി. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് 22-ാം തീയതിത്തെ വന്ദേ ഭാരത് ടിക്കറ്റ് അതിന് തിരിച്ചു വന്ന് എറണാകുളത്ത് ഇറങ്ങിയാൽ അന്ന് പിറ്റേ ദിവസം രാവിലെ ഞായറയ്ക്ക് ലൈഫിനുള്ള പരിപാടി. അപ്പൊ 24 ലോക്കായി. 25-ാം തീയതിയാണ് UK ലണ്ടൻ പോകാനുള്ള ടിക്കറ്റ്. പക്ഷെ വിസ വന്നിട്ടില്ല. ഷാജഹാന്റെ പേര് ബ്ലോക്കാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാണെങ്കിൽ, ഓർക്കുവാണെങ്കിൽ സ്വാമി പയ്യെ കേട്ടിട്ടുണ്ടായിരുന്ന പ്രാർത്ഥിക്കണം. അത് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോ ഇങ്ങനെ വരാൻ സാധിച്ചതിൽ ഈ സന്തോഷം. മഹാഗുരു ചേർത്തല കാവൻകോട് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ ഇരുന്ന കുറച്ച് അമ്മമാരും സ്വാമി ഒരു പ്രാർത്ഥന ചൊല്ലുന്നതാണ്. അപ്പൊ സ്വാമി പെട്ടെന്ന്
ബോധാവസാനോട് ബോധാവസാനം തെളിപ്പെടുത്ത പ്രാർത്ഥനയാണ് ധ്യാനത്തിന്റെ ഹൃദയം മയമാകുന്നത്. വലിയ സ്റ്റോറിയുടെ സമയം പറയുന്നില്ല. അതിൽ ഒരു ശ്ലോകം, ഈ ലോകയാത്രയിൽ ഇടയ്ക്ക് മുടക്കം ഓരോന്നും ആലോചിയാതെ വരും, എങ്കിലും എന്റെ ചിത്തം ആലോലമാകരുത്, പിന്തിരിയാതെ നിന്റെ കാലോർത്ത് കാലം ഇവൻ ഇന്ന് കഴിച്ചിടട്ടെ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരും, ഓരോ പ്രതിസന്ധികൾ വരും, ഓരോ തടസ്സങ്ങൾ വരും. ആ സമയത്തെല്ലാം ചിത്തം ആലോലമാകാതെ മഹാഗുരുവിന്റെ കാലോർത്ത് ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ജീവിതം മറികടക്കുവാൻ മഹാഗുരു നിങ്ങളെ പ്രാപ്തമാക്കട്ടെ. ഇവിടെ എല്ലാം ഗ്രഹങ്ങളിലും ഇവിടെ എല്ലാം ഹൃദയങ്ങളിലും മഹാഗുരുവിന്റെ അമൃതവർഷം ഒരു തേൻ മഴയിലെ പെയ്തിറങ്ങട്ടെ. നിങ്ങളെല്ലാം മക്കളും നാളുകളിലും ഈ നാടിനും ഈ കുലത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഉത്തമ പൗരബോധമുള്ള നന്മകൾ ചെയ്യുന്ന ക്രിയേറ്റീവായ സർസംതാനങ്ങളാവട്ടെ. അവരോർത്ത് നിങ്ങളെല്ലാം അഭിമാനം കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ ശ്രീ നാരായണ പരമസദ്ഗുരുവിന്റെ അവതാരഗ്രന്ഥങ്ങളിൽ ഒരർത്ഥനയായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് മടങ്ങുന്നു. നന്ദി, നന്ദി, ഒരായിരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓർത്തത് നമുക്ക് എങ്ങനെയും പിടിച്ചുകൊണ്ടൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരു 6 മണി 8 മണി വരെ 9 മണി വരെയൊക്കെ പിടിച്ചു നിർത്താം എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ദോശയൊക്കെ വാങ്ങിച്ചു കാര്യങ്ങളൊക്കെ. എന്നോട് പറയാം, നാളെ രാവിലെ 10 മണിക്ക് ഒറ്റയ്ക്ക് വന്ന ഒരാള് നാളെ രാവിലെ 10 മണിക്ക് കൺസിഡർ എങ്ങനെ ഒരു സത്യപ്രതിജ്ഞയുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ 1.5 മണിക്കൂർ കൂടുതൽ പറയാൻ പറ്റും? എന്നാൽ നിങ്ങളൊരു പ്രോത്സാഹനം കൊടുത്ത് പിടിച്ചു നിർത്തൂ, അതിനുള്ളൊരു ഇത് നിങ്ങൾ കാണിച്ചില്ലെങ്കിലും ചെറിയൊരു സൈഡിൽ കൂടെ പോയതേ ഉള്ളൂ ഗുരുവിന്റെ അടുത്തൂടെ, സാറിന്റെ വാക്കുകളിലൂടെ. അപ്പം നമുക്ക് ഇനിയും പിടിച്ചു വരുത്താം. കാരണം ഗുരു ഒരു കടലല്ലേ, തുള്ളിയായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ സാറിനെ ഇനി നമുക്ക് വിളിച്ചു വരുത്തേണ്ടി വരും. അപ്പൊ ഇത്രയും തിരക്കായതുകൊണ്ട് എല്ലാവരും നമുക്ക് ഇന്നിപ്പോ രാജേഷനോടോ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു നിർത്തിയിട്ട് ഇത് താമസിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു ഒറ്റയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന ഒരാൾ ഇനിയിപ്പോ നാളെ ഇവിടെ 1 മണിക്കൂർ കൂടെ ചെലവഴിക്കാൻ നമുക്ക് പറയാൻ മനസാക്ഷി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 1.5 മണിക്കൂറാക്കി, എങ്കിലും 2 മണിക്കൂർ സാർ നമുക്ക് വേണ്ടി ചെലവഴിക്കും ഈ തിരക്കിനിടയിൽ. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. ഗുരുവിനെ മനസ്സാ വിചാരിക്കാനും ഗുരുവിനെ കൂടുതൽ അറിയാനായിട്ട് ഈ സാർ നമ്മുടെ ശാഖയിൽ എത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നാളെ രാവിലെ സൈബർ സേനയുടെ വൈസ് ചെയർമാനായിട്ട് ചുമതലയേൽക്കുന്ന സാറിന് നമ്മുടെ ഗുരുദേവ യൂത്ത് മൂവ്മെന്റിന്റെ വകയായിട്ട് ഒരു ആദരവ് കൊടുക്കണമെന്ന് അവർക്കൊരാഗ്രഹമുണ്ട്. അതിനായിട്ട് യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ഇതോടുകൂടി ഞാൻ സാറിന് 1000 നന്ദിയും കൂടെ പറയുകയാണ്. കാരണം ഈ സാറിന്റെ സമയം നമുക്ക് കളയണ്ട. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങാവുള്ളൂ. ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് സാറിന് 1000 നന്ദി. അപ്പം സമർപ്പിച്ചേക്കാം.